ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭു യേശുവിಗೆ ಮಹಿಮೆಯಾಗಲಿ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರಲ್ಲಿ ಅತಿ ಪ್ರಿಯರಾದ ಸಹೋದರ ಸಹೋದರಿಯರೇ, RRC ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ നേരുന്നു. RRC ಧ್ಯಾನ ಕೇಂದ್ರದ ಪರವಾಗಿ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಪ್ರಾರ್ಥನಾ ಶುಭವನ್ನು ಕೋರುತ್ತಿದ್ದೇವೆ. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ನೀವೆಲ್ಲರೂ ದೇವರ ಕೃಪೆಯಿಂದ ಸಂತೋಷವಾಗಿದ್ದೀರೆಂದು ವಿಶ್ವಾಸಿಸುತ್ತೇವೆ. കർത്താവിന്റെ വചനത്തോടൊത്ത് സഞ്ചരിക്കാൻ ഒരവസരം കൂടെ ഈശോ തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ದೇವರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ಜೀವಿಸಲು ನಡೆಯಲು ಒಂದು ಅವಕಾಶವನ್ನು ಮಾಡಿಕೊಟ್ಟದಕ್ಕಾಗಿ ದೇವರಿಗೆ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸೋಣ. നമ്മൾ ഒരുമിച്ച് ഈശോയോടൊത്ത് യാത്ര ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ನಾವು ನಿಮ್ಮನ್ನು ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಇಟ್ಟುಕೊಂಡು ದೇವರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ಮುನ್ನಡೆಸಲ್ಪಡುತ್ತಾ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ತಲ್ಲೀನರಾಗಿದ್ದೇವೆ. ഈ വചന പരമ്പര നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നന്നായി പഠിച്ച് ഈ വചനത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ಆದಿಕಾಂಡದಿಂದ ಪ್ರಕಟಣಾ ಗ್ರಂಥದವರೆಗೂ ಪವಿತ್ರ ಗ್ರಂಥದ ಒಂದೊಂದು ವಚನಗಳನ್ನು ಚೆನ್ನಾಗಿ ಗ್ರಹಿಸಿ ಅರ್ಥೈಸಿಕೊಳ್ಳಲು ದೇವರು ನಮ್ಮೆಲ್ಲರಿಗೂ ಬೇಕಾದ ಕೃಪೆಯನ್ನು ಅನುಗ್ರಹಿಸಲೆಂದು ಹೆಚ್ಚೆಚ್ಚಾಗಿ ಪ್ರಾರ್ಥಿಸೋಣ. സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്. ಇಡೀ ಸ್ವರ್ಗ ಸೇನೆ ನಮ್ಮೊಟ್ಟಿಗಿದೆ ಎಂಬುದು ನಮ್ಮ ವಿಶ್ವಾಸವಾಗಿದೆ. ഈ ബാംഗ്ലൂർ ദേശം മുഴുവനെയും ഈ കർണാടക ദേശം മുഴുവനെയും ദൈവത്തിന്റെ വചനം പിടിച്ചടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ಈ ಬೆಂಗಳೂರು ನಗರವನ್ನ, ಕರ್ನಾಟಕ ರಾಜ್ಯವನ್ನ ದೇವರ ವಾಕ್ಯದ ಶಕ್ತಿ ಹಿಡಿದಿಟ್ಟುಕೊಳ್ಳಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸೋಣ. ഈ ഒരു എപ്പിസോഡ് നമുക്ക് പരിപൂർണമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം. ಈ ದಿನದ ಎಪಿಸೋಡ್ ಅನ್ನ ಸಂಪೂರ್ಣವಾಗಿ ಮಾತೆ ಮರಿಯಮ್ಮನವರ ಪರಿಶುದ್ಧ ಹೃದಯಕ್ಕೆ ಸಮರ್ಪಿಸುತ್ತಾ ಪ್ರಾರ್ಥಿಸೋಣ. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമോ മരിയേ, ನಮೋ ಮರಿಯ ವರಪ್ರಸಾದ ಪೂರ್ಣೆಯೇ, ಪ್ರಭು ನಿಮ್ಮೊಡನೆ ಇದ್ದಾರೆ, ಸ್ತ್ರೀಯರಲ್ಲಿ ನೀವು ಧನ್ಯರು ಮತ್ತು ನಿಮ್ಮ ಉದರದ ಫಲವಾದ ಯೇಸು ಧನ್ಯರು. ಸಂತ ಮರಿಯ ದೇವಮಾತೆಯೇ, ಪಾಪಿಗಳಾಗಿರುವ ನಮಗಾಗಿ ಈಗಲೂ ನಮ್ಮ ಮರಣದ ಸಮಯದಲ್ಲೂ ಪ್ರಾರ್ಥಿಸಿರಿ. ಆಮೇನ್. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ಆಮೇನ್. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉൽപ്പത്തി ഗ്രന്ഥം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ನಾವು ಆದಿಕಾಂಡದಲ್ಲಿ ಅಧ್ಯಯನ ಮಾಡುತ್ತಾ ಬಂದಿದ್ದೇವೆ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 അധ്യായം നമ്മൾ പഠിച്ചു. 1ನೇ ಅಧ್ಯಾಯ 2ನೇ ಅಧ್ಯಾಯ ಮುಗಿಸಿದ್ದೇವೆ. നമുക്ക് മുഴുവനും പഠിക്കാൻ ഒരുപാട് പരിമിതിയുണ്ട്, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കത്തക്ക വിധത്തിൽ കർത്താവ് എല്ലാം ക്രമീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുകയാണ്. ನಾವು ಪೂರ್ತಿ ವಾಕ್ಯಗಳನ್ನು ಧ್ಯಾನ ಮಾಡಬೇಕಾಗಿದೆ. ಆದರೂ ಕೆಲವೊಂದು ವಿಶೇಷ ವಾಕ್ಯಗಳನ್ನು ಧ್ಯಾನಿಸುವಾಗ ದೇವರು ನಿಮಗೆ ಪರಿಪೂರ್ಣ ಅರ್ಥವನ್ನು ನೀಡಲಿದ್ದಾರೆ. ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഈ അധ്യായം വീണ്ടും വീണ്ടും ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആഴത്തിലേക്ക് പോകാനും കൂടുതൽ അർത്ഥങ്ങൾ മനസ്സിലാകുവാനും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ಈ ಎಪಿಸೋಡಲ್ಲಿ ನೀವು ಕೇಳಿಸಿಕೊಂಡ ನಂತರ ನಿಮ್ಮ ಬಿಡುವಿನ ಸಮಯದಲ್ಲಿ ಆ ಅಧ್ಯಾಯವನ್ನು ಮತ್ತೆ ನೀವು ಓದುವಾಗ പവിത്രാത്മರು ನಿಮಗೆ ಇನ್ನೂ ಆಳವಾದ ರಹಸ್ಯಗಳನ್ನು ಪ್ರಕಟಪಡಿಸುವವರಾಗಿದ್ದಾರೆ. ഈ വചനം എന്ന് പറയുന്നത് ശരിക്കും ദൈവത്തിന് മനുഷ്യരോടുള്ള ഒരു പ്രണയ ലേഖനമാണെന്ന് പറയാം. ಈ ದೇವರ ವಾಕ್ಯ ಪವಿತ್ರ ಗ್ರಂಥ ಅನ್ನುವುದು ದೇವರಿಗೂ ಮನುಷ್ಯರಿಗೂ ನಡುವೆ ಇರುವ ಪ್ರೇಮ ಗೀತೆ ಎಂದು ಹೇಳಬಹುದು. പ്രണയിക്കുന്ന ആൾക്ക് ഒരു വ്യക്തി എന്തും കൊടുക്കാൻ തയ്യാറാവും. ಪ್ರೀತಿಸುವ ವ್ಯಕ್ತಿಗೆ ಮತ್ತೊಬ್ಬ ವ್ಯಕ್ತಿ ಏನನ್ನು ಬೇಕಾದರೂ ತ್ಯಾಗ ಮಾಡಲು ಸಿದ್ಧ. അതുപോലെ തന്നെ ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പിതാവായ ദൈവം നമുക്കെല്ലാം പ്രദാനം ചെയ്ത് നമ്മുടെ കൂടെ നടക്കുന്നതിൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ಅದೇ ರೀತಿ ಹೆತ್ತ ತಾಯಿ ತನ್ನ ಮಗುವನ್ನು ಪ್ರೀತಿಸುವ ರೀತಿಯಲ್ಲಿ ದೇವರು ನಮ್ಮನ್ನು ಅಪಾರವಾಗಿ ಪ್ರೀತಿಸಿ ನಮ್ಮನ್ನು ಅನುಗ್ರಹಿಸಲಿದ್ದಾರೆ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു ശിക്ഷിക്കുന്ന, ദൈവത്തിൻ്റെ ഒരു ഭയപ്പെടുത്തുന്ന, ഞാൻ പാപം ചെയ്താൽ എന്നെ ദൈവം നശിപ്പിക്കുമോ എന്നുള്ളൊരു ചിത്രം കിടപ്പുണ്ട്. ನಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿ ಒಂದು ಕಲ್ಪನೆ ಇದೆ, ನಾವು ಪಾಪ ಮಾಡಿದಾಗ ದೇವರು ನಮ್ಮನ್ನು ಶಿಕ್ಷಿಸುವವರಾಗಿದ್ದಾರೆ ಎಂಬ ಭಾವನೆ ಇದೆ. ഈ വചനം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, അങ്ങനെയല്ല. എൻ്റെ കുറവുകൾ കണ്ടറിഞ്ഞ് എന്നോട് ക്ഷമിച്ച് എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനാണ് എൻ്റെ ദൈവവും നമ്മൾ പഠിച്ചെടുക്കും ഇതിനകത്തൂടെ. ಈ ವಾಕ್ಯಗಳನ್ನು ಧ್ಯಾನಿಸುವಾಗ ನಮಗೆ ದೇವರ ವಾಸ್ತವಿಕತೆ ಅರ್ಥ ಆಗುತ್ತದೆ. ದೇವರು ನಮ್ಮನ್ನು ಶಿಕ್ಷಿಸುವವರಲ್ಲ, ಬದಲಿಗೆ ನಮ್ಮ ಕೊರತೆಗಳನ್ನು, ಬಲಹೀನತೆಗಳನ್ನು ಕಂಡುಕೊಂಡು ನಮ್ಮನ್ನು ಪ್ರೀತಿಸಿ ಕ್ಷಮಿಸಿ ಆಶೀರ್ವದಿಸುವವರಾಗಿದ್ದಾರೆ. ഞങ്ങൾ വീണ്ടും പറയുവാണ്, നിങ്ങൾ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണം, യേശുവിൻ്റെ വചനത്തോട് കൂടെ സഞ്ചരിക്കണം. ദൈവം നിങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കും. ಮತ್ತೊಮ್ಮೆ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ, ನಮ್ಮೊಟ್ಟಿಗೆ ಈ ಪ್ರಯಾಣವನ್ನು ಮುಂದುವರಿಸಿ ದೇವರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ನಾವು ಮುನ್ನಡೆಸಲ್ಪಡೋಣ. ದೇವರು ಖಂಡಿತವಾಗಿ ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿದ್ದಾರೆ. നമ്മൾ തിരുവചന പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉൽപ്പത്തി 1-2 അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ಕಳೆದ ದಿನಗಳಲ್ಲಿ ಆದಿಕಾಂಡ 1ನೇ ಅಧ್ಯಾಯ 2ನೇ ಅಧ್ಯಾಯವನ್ನು ಧ್ಯಾನ ಮಾಡಿದ್ದೇವೆ. ദൈവം ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് അത് മനുഷ്യനെ ഏൽപ്പിച്ചു.
ആ മനുഷ്യനോടുള്ള സ്നേഹം പ്രകടമാക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ದೇವರು ಭೂಲೋಕವನ್ನು ಸೃಷ್ಟಿಸಿ ಸಕಲ ಜೀವಜಂತುಗಳನ್ನು ಸೃಷ್ಟಿಸಿ ಅದನ್ನು ಮುನ್ನಡೆಸಿದರು ಎಂಬುದನ್ನು ನಾವು ಧ್ಯಾನ ಮಾಡಿದೆವು. നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ബൈബിളൊക്കെ ഉണ്ട്, എടുത്ത് ശ്രദ്ധിച്ചിരിക്കണം. ನೀವೆಲ್ಲರೂ ನಿಮ್ಮ ಕರಗಳಲ್ಲಿ ಪವಿತ್ರ ಗ್ರಂಥವನ್ನು ತೆಗೆದಿಟ್ಟುಕೊಳ್ಳೋಣ. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം 25-ാം വാക്യം നമ്മളൊന്ന് വായിക്കുകയാണ്. 3ನೇ ಅಧ್ಯಾಯವನ್ನು ಪ್ರಾರಂಭ ಮಾಡುವುದಕ್ಕೆ ಮೊದಲು 2ನೇ ಅಧ್ಯಾಯದ ಕೊನೆಯ ವಾಕ್ಯವನ್ನು ಧ್ಯಾನಿಸೋಣ. പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നനായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല. ಆ ಸ್ತ್ರೀ ಪುರುಷರಿಬ್ಬರು ಬೆತ್ತಲೆಯಾಗಿದ್ದರೂ ನಾಚಿಕೊಳ್ಳಲಿಲ್ಲ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവർ നഗ്നരായിരുന്നു, അവർ വസ്ത്രം ധരിച്ചിരുന്നില്ല, പക്ഷെ അവർക്ക് ഒരു നാണവും തോന്നിയിരുന്നില്ലെന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുക. ದೇವರು ಮನುಷ್ಯನನ್ನ ಸೃಷ್ಟಿ ಮಾಡಿದರು, ಅವರು ಯಾವುದೇ ಬಟ್ಟೆ ಧರಿಸಿಕೊಂಡಿರಲಿಲ್ಲ, ಅವರು ನಗ್ನರಾಗಿದ್ದರೂ ಸಹ ಅವರಲ್ಲಿ ನಾಚಿಕೆ ಎಂಬುದಿರಲಿಲ್ಲ. മനുഷ്യൻ്റെ ആദിമ നിഷ്കളങ്കത, മനുഷ്യൻ്റെ ആദ്യത്തെ നൈർമല്യമാണ് ഈ തിരുവചനം സൂചിപ്പിക്കുന്നത്. ಈ ವಾಕ್ಯದ ಮೂಲಕ ಪ್ರಾರಂಭದಲ್ಲಿದ್ದ ಮನುಷ್ಯನಲ್ಲಿದ್ದ ಒಂದು ನಿಷ್ಕಳಂಕತೆ, ಪರಿಶುದ್ಧತೆಯನ್ನು ತೋರಿಸುತ್ತದೆ. നമുക്കറിയാം, ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അല്ലെ, അത് നഗ്നരായിട്ട് അല്ലെങ്കിൽ നഗ്നയായിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിന് അത് വസ്ത്രം ധരിച്ചില്ലെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഉടുപ്പിക്കുന്നോ ഒന്നും ഒരു സംസാരവുമില്ല. അതിനെപ്പറ്റി ബോധേടേയല്ല. ಒಂದು ಈಗ ತಾನೇ ಜನಿಸಿದ ಮಗು ಅದು ನಗ್ನತೆಯಲ್ಲಿದ್ದರೂ ಸಹ, ಯಾವುದೇ ಬಟ್ಟೆ ಬರೆ ಹಾಕಿಕೊಳ್ಳದಿದ್ದರೂ ಸಹ, ತನ್ನ ಸುತ್ತಲೂ ಜನರಿದ್ದರೂ ಸಹ ಅದಕ್ಕೆ ಯಾವುದೇ ರೀತಿಯ ನಾಚಿಕೆಯ ಒಂದು ಅನುಭವ ಆಗುವುದಿಲ್ಲ. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. ഒരു 2, 3, 4 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ വസ്ത്രമില്ലാതെ ഓടി നടന്നാലും ആ കുഞ്ഞുങ്ങൾ പറയുകയില്ല. നമ്മൾ പറയും ആ കുഞ്ഞിനെ ഉടുപ്പിടിയിക്കെന്ന് പറയും. പക്ഷേ ആ കുഞ്ഞൊരിക്കലും പറയല എന്നെ ഉടുപ്പ് ധരിപ്പിക്കുക, അയ്യോ ഞാൻ നഗ്നനാണ്, എനിക്ക് നാണം വരുന്നു, ഒന്നും കുഞ്ഞ് പറയല. കുഞ്ഞിന് അതിനെക്കുറിച്ച് അറിയില്ല. ಸಾಮಾನ್ಯವಾಗಿ ನಮ್ಮ ಮನೆಗಳಲ್ಲಿ 3-4 ವರ್ಷ ವಯಸ್ಸಿನ ಮಕ್ಕಳು ನಗ್ನರಾಗಿ ಅವರು ಓಡಾಡುತ್ತಿದ್ದರು, ಅವರಿಗೆ ಏನೂ ಅನಿಸುವುದಿಲ್ಲ, ಅವರು ಸಂತೋಷವಾಗಿ ಇರ್ತಾರೆ. ಆದರೆ ದೊಡ್ಡವರಾದ ನಾವು ಹೋಗು ಬಟ್ಟೆಯನ್ನು ಹಾಕಿಕೋ ಎಂದು ಗದರುತ್ತೇವೆ. കുഞ്ഞിങ്ങനെ വീട്ടിൽ കൂടെ ഓടി നടക്കുമ്പോൾ ഒരാൾ വീട്ടിലോട്ട് കയറി വന്നാലും വസ്ത്രമില്ലല്ലോ അയ്യോ എന്ന് പറഞ്ഞ് മുറിയിൽ പോയി ഒളിക്കത്തുമില്ല. ಆ ಮಕ್ಕಳು ನಗ್ನರಾಗಿ ಓಡಾಡುತ್ತಿರುವಾಗ ಮನೆಗೆ ಯಾರಾದರೂ ಬಂದರೂ ಸಹ ಅಯ್ಯೋ ನಾನು ನಾಚಿಕೆಯಿಂದ ಓಡಿ ಹೋಗಿ ಬಚ್ಚಿಟ್ಟುಕೊಳ್ಳುವುದೂ ಇಲ್ಲ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് നിഷ്കളങ്കതയാ. അവനറിയത്തില്ല, അല്ലെങ്കിൽ അവക്കറിയത്തില്ല ഞാൻ നഗ്നയാണെന്നൊന്നും ആ കുഞ്ഞിന് അറിയത്തില്ല. അതിങ്ങനെ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ വീട്ടിൽ ഓടിച്ചാടി നടക്കും. ಅದರಿಂದ ನಮಗೆ ತಿಳಿದು ಬರುವುದೇನೆಂದರೆ ಆ ಮಗುವಿನಲ್ಲಿ ಮುಗ್ಧತೆ ಇದೆ, ನಿಷ್ಕಳಂಕತೆ ಇದೆ, ನಗ್ನತೆಯ ಕುರಿತು ಅರಿವಿಲ್ಲದೆ ಅದು ಸಂತೋಷವಾಗಿ ಓಡಾಡ್ತಾ ಇರುತ್ತೆ. അപ്പോൾ അതാണ് ഈ തിരുവചനം കാണിക്കുന്നത്. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, അവർക്ക് ലജ്ജ തോന്നിയില്ല. ಅದೇ ವಾಕ್ಯದ ಪ್ರಕಾರ ಇಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಆ ಸ್ತ್ರೀ ಪುರುಷರಿಬ್ಬರು ಬೆತ್ತಲೆಯಾಗಿದ್ದರೂ ಸಹ ಅವರಿಗೆ ನಾಚಿಕೆ ಇರಲಿಲ್ಲ. അപ്പോൾ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, പുരുഷനും സ്ത്രീയും നിഷ്കളങ്കരായിരുന്നു, വിശുദ്ധി നിറഞ്ഞവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ಆದ ಕಾರಣ ಆ ಸ್ತ್ರೀ ಪುರುಷರಿಬ್ಬರು ಪರಿಶುದ್ಧರಾಗಿದ್ದರು, ನಿಷ್ಕಳಂಕವಾಗಿದ್ದರು, ಮನಸ್ಸಿನಲ್ಲಿ ಸ್ವಸ್ಥತೆ ಇತ್ತು. പക്ഷേ ഈ നൈർമല്യത്തിന്, ഈ ഒരു സ്വാതന്ത്ര്യത്തിന് എന്തു സംഭവിച്ചു എന്നാണ് നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. ಅವರಿಗಿದ್ದಂಥ ಈ ಒಂದು ನಿಷ್ಕಳಂಕವಾದ ಜೀವನ ಹೇಗೆ ಹಾಳಾಯಿತು ಎಂಬುದನ್ನು ಮುಂದಿನ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. പിശാചിൻ്റെ രംഗപ്രവേശമാണ് നമ്മൾ ഈ തിരുവചനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ കാണുന്നത്. ಸೈತಾನನ ಪ್ರವೇಶ ಆಗಿರುವುದನ್ನ ಈ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. 3-ാം അധ്യായം 1-ാം വാക്യം, ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. ಸರ್ವೇಶ್ವರನಾದ ದೇವರು ಉಂಟು ಮಾಡಿದ ಭೂಜಂತುಗಳಲ್ಲಿ ಅತಿ ಯುಕ್ತಿಯುಳ್ಳದ್ದು ಸರ್ಪ. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ಅದು ಮಹಿಳೆಯ ಬಳಿಗೆ ಬಂದು, ಏನಮ್ಮ, ತೋಟದಲ್ಲಿರುವ ಯಾವ ಮರದ ಹಣ್ಣನ್ನು ತಿನ್ನಕೂಡದು ಎಂದು ದೇವರು ಆಜ್ಞೆ ಮಾಡಿರುವುದು ನಿಜವೋ ಎಂದು ಕೇಳಿತು. അവൻ കൃത്യമായിട്ട് ചോദിക്കുകയാണ്, ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്നാണ് അവൻ ചോദിക്കുന്നത്. ನೋಡಿ, ಅಲ್ಲಿ ಸೈತಾನ ಸುಳ್ಳನ್ನು ಹೇಗೆ ಮಾತನಾಡುತ್ತಿದ್ದಾನೆ, ಯಾವ ಮರದ ಹಣ್ಣು ತಿನ್ನಬಾರದಾ ಎನ್ನುವ ರೀತಿಯಲ್ಲಿ. അപ്പോൾ അവൻ തന്ത്രപരമായിട്ട് ആ സ്ത്രീയെ കുഴിയിൽ വീഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ಸೈತಾನನು ಕುತಂತ್ರತೆಯಿಂದ ಆ ಸ್ತ್ರೀಯನ್ನು ವಂಚಿಸುವುದಕ್ಕಾಗಿ ಬಂದಿರುತ್ತಾನೆ. ചെറിയ ഒരു കോൺവെർസേഷനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ಇಲ್ಲಿ ಒಂದು ಚಿಕ್ಕ ಸಂಭಾಷಣೆ ಅವರಿಬ್ಬರ ನಡುವೆ ನಡೆಯುತ್ತದೆ. നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ കാണിക്കും ഈ ഒരു ചെറിയ കോൺവെർസേഷൻ അവരെ എത്ര വലിയ നാശത്തിൽ കൊണ്ട് എത്തിച്ചു എന്ന്. ಈ ಒಂದು ಸಣ್ಣ ಸಂಭಾಷಣೆ ಎಷ್ಟು ದೊಡ್ಡ ಅಪಾಯಕ್ಕೆ ಕೊಂಡೊಯ್ಯುತ್ತೆ ಎಂಬುದನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. നമുക്കറിയാം, നമ്മളൊരു സന്തോഷം നിറഞ്ഞ ഒരു വീട്ടിൽ നിന്ന് ഒരു സമൂഹത്തിലേക്ക്, സ്കൂളിലേക്ക്, ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കൊക്കെ
നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോഴത്തേനും നമ്മളൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതിന് തുല്യം ഇവിടെ കോൺവെർസേഷൻ ആരംഭിക്കുകയാണ്. ನಾವು ಶಾಲೆಗೆ ಹೋಗುವಾಗ, ಕೆಲಸಕ್ಕೆ ಹೋಗುವಾಗ, ನಾನಾ ವಿಧವಾದ ಕಾರ್ಯಕ್ರಮಗಳಲ್ಲಿ ಯಾರಾದರೂ ಒಬ್ಬ ವ್ಯಕ್ತಿಯೊಟ್ಟಿಗೆ ಒಂದೊಂದು ಸಣ್ಣ ಸಂಭಾಷಣೆಯನ್ನು ಮಾಡುವವರಾಗಿರ್ತೇವೆ. എല്ലാം ആരംഭിക്കുന്നത് ഇതുപോലെ ചെറിയൊരു കോൺവെർസേഷനിൽ നിന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതം വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ಎಲ್ಲ ಸ್ಥಿತಿಗತಿಗಳಿಗೆ ಮೂಲ ಕಾರಣ ಇಂಥ ಒಂದು ಚಿಕ್ಕ ಸಂಭಾಷಣೆಯಾಗಿರುತ್ತೆ ಎಂಬುದನ್ನು ನೀವು ಮನದಟ್ಟು ಮಾಡಿಕೊಂಡರೆ ನಿಮ್ಮ ಜೀವನವನ್ನು ಕ್ರಮಪಡಿಸಿಕೊಳ್ಳಬಹುದು. ഒരു ചെറിയ ഹായ് മെസ്സേജ് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ നമ്മളിങ്ങനെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഹായ് മെസ്സേജ് അങ്ങ് അയക്കും. ಫೇಸ್ಬುಕ್ ಅಥವಾ ವಾಟ್ಸಪ್ ಅಲ್ಲಿ ಯಾರೋ ಒಬ್ಬ ಅಪರಿಚಿತ ವ್ಯಕ್ತಿಯಿಂದ ಹಾಯ್ ಅಂತ ಒಂದು ಮೆಸೇಜ್ ಬಂದರೆ ಸಾಕು, ಅದು ಒಂದು ದೊಡ್ಡ ಸಂಭಾಷಣೆಯಾಗಿ ಮಾರ್ಪಾಡಾಗುತ್ತದೆ. അല്ലെങ്കിൽ നമുക്ക് ശീലമില്ലാത്ത ചില സാഹചര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ മദ്യത്തിൻ്റെ ഒരു സംഭവം കാണിച്ചിട്ട് പറയും, ജസ്റ്റ് നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ನಮಗೆ ಮದ್ಯಪಾನದ ಅಭ್ಯಾಸ ಇಲ್ಲದಿದ್ದರೂ ಸಹ ಅಂತ ಒಂದು ಸಮೂಹದಲ್ಲಿ ಸೇರುವಾಗ ಪರವಾಗಿಲ್ಲ, ಸ್ವಲ್ಪ ನೀನು ರುಚಿ ನೋಡು ಎಂದು ನಮಗೆ ಸ್ವಲ್ಪ ಕೊಡಬಹುದು. അല്ലെ, ഒരു മയക്കുമരുന്നിൻ്റെയോ ഒരു സിഗരറ്റിൻ്റെയോ ഒക്കെ ഒരു ചെറിയ രൂപത്തിൽ ഒരാൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, ജസ്റ്റ് നീ ഒന്ന് നോക്ക്, ഒന്നും സംഭവിക്കില്ല. പിശാച് ഇവിടെ പറയുകയാണ് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന പിശാച് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ಧೂಮಪಾನ ಅಥವಾ ಮಾದಕ ವಸ್ತು ನಮಗೆ ಅಭ್ಯಾಸ ಇಲ್ಲದಿದ್ದರೂ ಸಹ ಅಂತ ವ್ಯಕ್ತಿಗಳು ನಮಗೆ ಭೇಟಿಯಾದಾಗ ಪರವಾಗಿಲ್ಲ, ಸ್ವಲ್ಪ ರುಚಿ ನೋಡು, ನಿನಗೇನೂ ಆಗುವುದಿಲ್ಲ ಎಂದು ಆ ಸಣ್ಣದರಲ್ಲಿ ಪ್ರಾರಂಭ ಮಾಡಿಸ್ತಾರೆ. അപ്പം തിരുവചനത്തിൽ നമ്മൾ മുന്നോട്ട് വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുകയോ പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർപ്പം ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേനും അവർ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളിത് ചെയ്യരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് സർപ്പത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. ಆದಿಕಾಂಡ 3:3 ನಾವು ನೋಡ್ತೇವೆ, ಆದರೆ ಅದರ ನಡುವೆ ಇರುವ ಈ ಮರದ ಹಣ್ಣನ್ನು ಮಾತ್ರ ತಿನ್ನಲೂ ಕೂಡದು, ಮುಟ್ಟಲೂ ಕೂಡದು, ತಿಂದರೆ ಸಾಯುವಿರಿ ಎಂದು ದೇವರು ಹೇಳಿದ್ದಾರೆ ಎಂದು ಉತ್ತರ ಕೊಟ್ಟಳು. ಈ ವಾಕ್ಯದ ಮೂಲಕ ಆ ಮಹಿಳೆ ಹೇಳುತ್ತೆ, ಆ ಹಣ್ಣನ್ನು ತಿನ್ನಬಾರದು ಎಂದು ದೇವರು ನಮಗೆ ಹೇಳಿದ್ದಾರೆ ಎಂದು ಮಾತನಾಡುತ್ತಾರೆ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചില ധാർമ്മികതകളുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും, മോനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പപ്പായ അമ്മയൊക്കെ പറഞ്ഞു തരുന്നതാണ്. പക്ഷേ ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോഴത്തേനും പറയുക അതൊന്നും കുഴപ്പമില്ല, അവർ ചുമ്മാ പറയുന്നതാണ്, നീ ജസ്റ്റ് നോക്ക് എന്നൊരു ഇൻവിറ്റേഷൻ വരും. ಇದೇ ರೀತಿಯಲ್ಲಿ ನಾವು ಬೆಳೆಯುವ ಸಂಸ್ಕೃತಿಯಲ್ಲಿ ನಮ್ಮ ಮನೆಯಲ್ಲಿ ತಂದೆ ತಾಯಿಗಳು ಹೇಳ್ತಾರೆ, ಮಗನೇ ಮಗಳೇ ನೀನು ಹೊರಗಡೆ ಹೋಗುವಾಗ ಇದನ್ನು ಮಾಡಬೇಡ, ಇದನ್ನು ತೆಗೆದುಕೊಳ್ಳಬೇಡ ಎಂದು. ಅದರಂತೆ ನಾವು ಹೊರಗಡೆ ಬಂದರೂ ಸಹ ಸಮೂಹದೊಟ್ಟಿಗೆ ಸೇರುವಾಗ ಪರವಾಗಿಲ್ಲ, ಅವರು ಹಾಗೆ ಹೇಳ್ತಾರೆ, ನೀನು ಸ್ವಲ್ಪ ರುಚಿ ನೋಡು ಎಂದು ನಮ್ಮನ್ನ ಮಾತಿಗೆಳೆಯುತ್ತಾರೆ. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് ഭക്ഷിക്കല്ല്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്നൊരു വാക്ക് വ്യക്തമായിട്ട് ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ട്. ದೇವರು ಮುಂಚಿತವಾಗಿ ಹೇಳಿದ್ದಾರೆ, ಹಣ್ಣನ್ನ ತಿನ್ನಬಾರದು, ತಿಂದರೆ ಖಂಡಿತವಾಗಿ ನೀವು ಸಾಯುವಿರಿ ಎಂಬುದಾಗಿ. 2-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്, നിങ്ങളിത് ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ മരിക്കുമെന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നത്. ಆದಿಕಾಂಡ 2:17 ಈ ವಾಕ್ಯವನ್ನ ನಾವು ನೋಡುತ್ತೇವೆ, ಅದನ್ನ ತಿನ್ನಬಾರದು, ತಿಂದರೆ ಖಂಡಿತವಾಗಿ ನೀವು ಸಾಯುವಿರಿ. പക്ഷേ സാത്താൻ പറയുകയാണ്, അങ്ങനൊന്നും സംഭവിക്കുകയില്ല. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കത്തില്ല. ഉണ്ടോ? അപ്പോൾ ദൈവം കള്ളം പറഞ്ഞെന്ന് സാത്താൻ ಇವരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ಆದರೆ ಸೈತಾನ ಹೇಳ್ತಾನೆ, ನೀವು ಹಣ್ಣು ತಿಂದ್ರೆ ನೀವೇನು ಸತ್ತೋಗೋದಿಲ್ಲ. ಆ ಮಾತನ್ನ ಹೇಳುವುದರ ಮೂಲಕ ದೇವರು ಸುಳ್ಳು ಹೇಳಿದ್ದಾರೆ ಎಂದು ಸೈತಾನ ಮಾತನಾಡುತ್ತಾನೆ. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. ಯೋಹಾನನು ಬರೆದ ಶುಭ ಸಂದೇಶ 8ನೇ ಅಧ್ಯಾಯ ವಚನ 44ರಲ್ಲಿ ಹೀಗೆ ನೋಡುತ್ತೇವೆ, പിശാച് ആദ്യം മുതലേ നുണയനും നുണയന്റെ പിതാവുമാണെന്ന് യോഹന്നാൻ ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ಆದಿಯಿಂದಲೂ ಸೈತಾನ ಸುಳ್ಳುಗಾರ, ಸುಳ್ಳಿಗೆ ಮೂಲ ಪುರುಷ ತಂದೆಯಾಗಿದ್ದಾನೆ. പക്ഷേ അവർ പിശാചിനെ വിശ്വസിക്കുകയും ദൈവത്തെ അവിശ്വസിക്കുകയും ഇവിടെ ചെയ്യുകയാണ്. ಈ ಸಂಭಾಷಣೆ ಮೂಲಕ ಸೈತಾನನ ಮಾತನ್ನ ನಂಬುವಂತೆಯೋ ದೇವರ ಮಾತನ್ನು ನಂಬದೇ ಇರುವ ಹಾಗೆಯೋ ಆ ಸಂಭಾಷಣೆ ಮಾಡಿತು. വലിയ അപകടത്തിലേക്ക് അവർ പതിയെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തിരുവചനം നമ്മളെ കാണിച്ചു തരികയാണ്. ಒಂದು ದೊಡ್ಡ ಅಪಘಾತಕ್ಕೆ ಅವರು ಹಂತ ಹಂತವಾಗಿ ಬೀಳ್ತಾ ಇರುವುದನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. നമ്മുടെ ജീവിതം ഇതുപോലെയാണ്. നമ്മൾ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പക്ഷേ നമ്മൾ ചില ആളുകളെ പരിചയപ്പെടുന്നു, ചില സാഹചര്യങ്ങളിലേക്ക് ചെല്ലുന്നു. പതിയെ നമ്മുടെ ദൈവം, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു വിശ്വാസം, ആ വീട്ടിൽ നിന്ന് കിട്ടിയ സ്നേഹം, വീട്ടിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത വിശുദ്ധി എല്ലാം പതിയെ നുണ പറഞ്ഞ് നമ്മളെ മാറ്റിക്കളയുകയാണ്. ಕುಟುಂಬದಲ್ಲಿ ನಾವು ಪಡೆದುಕೊಂಡ ಪ್ರೀತಿ, ವಿಶ್ವಾಸ, ಸ್ನೇಹ, ಒಳ್ಳೆಯತನ ನಾವು ಸಮಾಜದಲ್ಲಿ ಕೆಲವು ವ್ಯಕ್ತಿಗಳೊಟ್ಟಿಗೆ ಭೇಟಿ ಮಾಡುವಾಗ ಹಂತ ಹಂತವಾಗಿ ನಮ್ಮನ್ನು ಅದು ನಾಶನದ ಕಡೆಗೆ ಕೊಂಡೊಯ್ಯುತ್ತಾ ಇರುತ್ತದೆ. എന്നിട്ട് പിശാച് 5-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളിത് തിന്ന്,
നിങ്ങളിത് തിന്ന ദൈവത്തെ പോലെ നിങ്ങളാകുമെന്ന്. ಮಾತ್ರವಲ್ಲದೆ ಸೈತಾನ 5ನೇ ವಚನದಲ್ಲಿ ಹೇಳ್ತಾನೆ, ಇಲ್ಲ ನೀವು ಈ ಹಣ್ಣನ್ನು ತಿಂದರೆ ನೀವು ದೇವರಂತೆ ಆಗಿಬಿಡುತ್ತೀರಿ. പക്ഷേ അവരപ്പത്തിന് പെട്ടെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ എന്നാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. ആ സ്ത്രീ ജസ്റ്റ് ആ പഴത്തേലോട്ടൊന്ന് നോക്കും. ಆಗ ಆ ಸ್ತ್ರೀ ಆ ಮಾತನ್ನ ಕೇಳಿ ಮನಸ್ಸು ಮಾಡ್ತಾಳೆ, ಹೌದಾ, ಹಾಗಾದ್ರೆ ಹಣ್ಣನ್ನ ಟೇಸ್ಟ್ ಮಾಡಬಹುದು ಎಂದು ಹಣ್ಣನ್ನ ನೋಡುತ್ತಾರೆ. കേട്ടോ, അവളുടെ ഈ നോട്ടി കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാവുകയാണ്, ഇത് ഈ പഴം നല്ല ടേസ്റ്റ് ഉള്ളതാണ്, ഇത് കണ്ണിന് കൗതുകരമാണ്, നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ വലിയ അറിവിലേക്ക് നമ്മൾ വരുമെന്ന് പറഞ്ഞ് അവളത് കഴിക്കുകയാണ്. ಆ ಹಣ್ಣನ್ನು ನೋಡುವಾಗ ಅವಳು ಮನಸ್ಸಿನಲ್ಲಿ ತಿಳ್ಕೊತಾಳೆ, ಇದು ಎಷ್ಟು ಆಕರ್ಷಣೀಯವಾಗಿದೆ, ಜ್ಞಾನಾರ್ಜನೆಗೆ ಉತ್ತಮವಾಗಿದೆ, ಇದನ್ನು ತಿನ್ನೋಣ ಎಂದು ಮನಸ್ಸು ಮಾಡುತ್ತಾಳೆ. കണ്ടോ, പിശാച് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് കാണിച്ചു തരിക, നീ നോക്ക്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഓക്കെ കൊള്ളാമെന്ന് പറഞ്ഞത് കാണുന്നു, ടേസ്റ്റ് ചെയ്യുന്നു, പിന്നെ അതിനെക്കുറിച്ച് പിന്നെ തിന്മയിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. ಸೈತಾನನು ಮೊದಲು ಎಲ್ಲಾ ಕೆಟ್ಟ ವಿಷಯಗಳನ್ನ ಪರವಾಗಿಲ್ಲ ನೋಡು ಎಂದು ನೋಟದ ಮೂಲಕ ನಮ್ಮ ಕಣ್ಣ ಮುಂದೆ ತರ್ತಾನೆ. ನೋಡಿ ಅದನ್ನ ಆಸ್ವಾದಿಸಿ ತಿನ್ನುವಷ್ಟರ ಮಟ್ಟಿಗೆ ಕರೆದೊಯ್ಯುತ್ತದೆ. 1 യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിന് 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ചൊരു വചനം പറയുന്നുണ്ട്. 1 ಯೋಹನ 2ನೇ ಅಧ್ಯಾಯ ವಚನ 15ರಲ್ಲಿ ಇದರ ಕುರಿತು ಒಂದು ವಾಕ್ಯ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ಲೋಕವನ್ನಾಗಲಿ ಲೌಕಿಕ ವಸ್ತುಗಳನ್ನಾಗಲಿ ನೀವು ಪ್ರೀತಿಸಬೇಡಿರಿ. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ച പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കത്തില്ല. ಯಾರಾದರೂ ಲೋಕವನ್ನ ಪ್ರೀತಿ ಮಾಡಿದ್ದೆ ಆದರೆ ಅವನಲ್ಲಿ ದೇವರ ಪ್ರೀತಿ ಇರುವುದಿಲ್ಲ. കാരണം ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇതൊന്നും പിതാവായ ദൈവത്തിൻ്റെതല്ല. ಕಾರಣ ದೇಹದ ದುರಿಚ್ಛೆಗಳು, ಕಣ್ಣಿನ ಕಾಮುಕತನ, ಅಹಂಕಾರ ಇವು ದೇವರಿಂದ ಬಂದದಲ್ಲ. ഈ ലോകവും അതിൻ്റെ മോഹങ്ങളൊക്കെ കടന്നു പോകും, പക്ഷേ ദൈവഹിതം പ്രവർത്തിക്കുന്നവൻ നിലനിൽക്കും. ಲೋಕವು ಲೋಕದ ವ್ಯಾಮೋಹಗಳು ನಾಶವಾಗಿ ಬಿಡುತ್ತದೆ, ಆದರೆ ದೇವರ ಚಿತ್ತಾನುಸಾರ ಜೀವಿಸುವವನು ಚಿರಕಾಲ ಜೀವಿಸುತ್ತಾನೆ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിലനിൽക്കാതിരിക്കാൻ വേണ്ടി, നമ്മൾ ദൈവത്തിൽ നിലനിൽക്കാതിരിക്കാൻ വേണ്ടി ലോകം ഇങ്ങനെ ഈ പിശാച് പല രൂപത്തിൽ നമ്മളെ കൊണ്ട് കാണിക്കും. ഇത് നീ എടുക്ക്, അത് നീ എടുക്ക്, നീ വലിയ ആളാവും എന്നൊക്കെ പറഞ്ഞ ഓരോ സംഭവങ്ങൾ നമ്മളെ കൊണ്ട് കാണിക്കും. ನಾವು ದೇವರಲ್ಲಿ ನೆಲೆಗೊಂಡು ಜೀವಿಸಬಾರದು ಎಂಬ ಉದ್ದೇಶದಿಂದ ಸೈತಾನ ಈ ಲೋಕದ ನಾನಾ ವಸ್ತುಗಳನ್ನು ತೋರಿಸಿ ನಮ್ಮನ್ನು ಪಾಪಕ್ಕೆ ಸೆಳೆಯುತ್ತಾನೆ. ഈശോയെ പോലും പിശാച് പ്രലോഭിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ಯೇಸುವನ್ನು ಸಹ ಸೈತಾನನು ಪರಿಶೋಧನೆಗೆ ಒಳಪಡಿಸಿದ್ದನ್ನು ನೋಡುತ್ತೇವೆ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. ಮತ್ತಾಯನು ಬರೆದ ಶುಭ ಸಂದೇಶ 4ನೇ ಅಧ್ಯಾಯ, ಲೂಕನ ಶುಭ ಸಂದೇಶ 4ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಇದನ್ನು ನೋಡುತ್ತೇವೆ. ഇവർ ഈ പഴത്തിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതുപോലെ പിശാച് ഈശോയോട് പറയാം, നീ ഈ കല്ല് അപ്പമാക്കി കഴിക്കാൻ. ಈ ಹಣ್ಣು ಬಹಳ ರುಚಿಕರವಾದದ್ದು ಎಂದು ಹೇಳಿದ ರೀತಿಯಲ್ಲಿಯೇ ಸೈತಾನ ಯೇಸುಗೆ ಹೇಳ್ತಾರೆ, ಈ ಕಲ್ಲನ್ನ ನೀನು ರೊಟ್ಟಿಯಾಗಿ ತಿನ್ನು. എന്നിട്ട് ഇവരോട് ഈശോയെ പ്രലോഭിപ്പിക്കുകയാണ്, ഈ ലോകം മുഴുവൻ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം, നീ എന്നെ ആരാധിക്കാൻ പറയുകയാണ്. ಯೇಸುವನ್ನು ಮತ್ತೆ ಆಸೆಗೆ ಒಳಪಡಿಸುವ ಕಾರಣ, ಈ ಲೋಕದ ಸಕಲ ವೈಭವ ನಿನಗೆ ಕೊಡುತ್ತೇನೆ, ನನ್ನನ್ನು ಆರಾಧನೆ ಮಾಡು ಎಂಬುದಾಗಿ. പള്ളിയുടെ ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പറയുകയാണ്, നീ താഴോട്ട് ചാട്, നിന്നെ സംരക്ഷിച്ചോളൂ എന്ന് പിശാച് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ಬೆಟ್ಟದ ಮೇಲೆ ತೆಗೆದುಕೊಂಡು ಹೋಗಿ ಅಲ್ಲಿಂದ ನೀನು ಧುಮುಕು, ನಿನ್ನನ್ನು ರಕ್ಷಿಸಲು ದೂತರುಗಳಿದ್ದಾರೆ ಎಂದು ನಾನಾ ವಿಧದಲ್ಲಿ ಮಾತನಾಡುತ್ತಾನೆ. പക്ഷേ ഈശോ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് വചനം വെച്ച്, അതായത് ദൈവം ഒരിക്കലും ചെയ്യരുതെന്നുള്ള ആ ഒരു വചനം വെച്ച് പിശാചിനെ അതിജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ಆದರೆ ಪ್ರಭು ಯೇಸು ಸೈತಾನನ ಎಲ್ಲ ಮಾತುಗಳಿಗೆ ದೇವರ ವಾಕ್ಯವನ್ನು ಆಧಾರವಾಗಿಟ್ಟುಕೊಂಡು ಅದನ್ನ ಅರಿಕೆ ಮಾಡಿ ಆ ಶೋಧನೆಯನ್ನು ಜಯಿಸಿದರು. പക്ഷെ നമ്മുടെ ആദ്യ മാതാപിതാക്കള് പിശാചിന് മുന്നിൽ ഒരു പഴം കണ്ടപ്പോഴത്തേനും പരാജയപ്പെട്ടു പോവുകയാണ്. ಆದರೆ ನಮ್ಮ ಆದಿ ತಂದೆ ತಾಯಿಗಳು ಸೈತಾನ ವಂಚಿಸುವಾಗ ಒಂದು ಹಣ್ಣಿಗೆ ಸೋತು ಹೋದರು. ചെയ്യരുതെന്നൊരു കാര്യം പറഞ്ഞു, അവരത് ചെയ്തു. അതിൻ്റെ പരിണിതഫലം വ്യക്തമായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ಇದನ್ನು ಮಾಡಬೇಡ ಎಂದು ಹೇಳಿದ ದೇವರ ಮಾತನ್ನ ಮೀರಿ ಅದನ್ನ ಮಾಡಿದರು, ಅದರ ಪರಿಣಾಮ ತೀವ್ರವಾಗಿದೆ ಎಂಬುದನ್ನು ನೋಡುತ್ತೇವೆ. നമ്മൾ ആദ്യം ധ്യാനിച്ച വചനം 2-ാം അധ്യായം 25-ാം വാക്യം, പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല നമ്മൾ ധ്യാനിച്ചു. ಪ್ರಾರಂಭದಲ್ಲಿ ನಾವು ಧ್ಯಾನಿಸಿದೆವು, ಆ ಸ್ತ್ರೀ ಪುರುಷರಿಬ್ಬರು ಬೆತ್ತಲೆಯಾಗಿದ್ದರೂ ನಾಚಿಕೊಳ್ಳಲಿಲ್ಲ. 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആ ഒരു നൈർമല്യം അത് നഷ്ടപ്പെട്ടത് അതിനെപ്പറ്റി എഴുതി വെച്ചിരിക്കുകയാണ്. 3ನೇ ಅಧ್ಯಾಯ 7ನೇ ವಚನದಲ್ಲಿ ಆ ಒಂದು ಆದಿ ಪರಿಶುದ್ಧತೆಯನ್ನು ಕಳೆದುಕೊಂಡುದನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു,
അത്തി ഇലകൾ തുന്നിക്കൂട്ടി അവർ അരക്കച്ച ഉണ്ടാക്കി. ಕೂಡಲೇ ಅವರಿಬ್ಬರ ಕಣ್ಣುಗಳು ತೆರೆದವು. ತಾವು ಬೆತ್ತಲೆ ಆಗಿದ್ದೇವೆಂದು ತಿಳಿದು ಅವರು ಅಂಜೂರದ ಎಲೆಗಳನ್ನು ಹೊಲಿದು ಉಟ್ಟುಕೊಂಡರು. ആ പഴം അവർ ഭക്ഷിച്ച ഉടനെ അവർ നഗ്നരാണെന്ന് ഉള്ള ഒരു വലിയ തിരിച്ചറിവ് അവർക്ക് വരികയാണ്. ಆ ಹಣ್ಣನ್ನು ತಿಂದ ಕೂಡಲೇ ನಾವು ನಗ್ನರಾಗಿದ್ದೇವೆ ಎಂಬುದು ಅವರಿಗೆ ಸ್ಪಷ್ಟವಾಗಿ ಕಂಡು ಬಂದಿತು. ആ ശരിക്കും നമ്മൾ ആദ്യം ധ്യാനിച്ചതുപോലെ അവരുടെ നൈർമല്യം, അവരുടെ വിശുദ്ധി, ദൈവമായിട്ടുള്ള ഒരു ബന്ധം അവർക്ക് ഇവിടെ നഷ്ടപ്പെടുകയാണ്. ಅವರ ಮುಗ್ಧತೆ, ನಿರ್ಮಲತೆ, ಪರಿಶುದ್ಧತೆ ಎಲ್ಲವನ್ನ ಅಲ್ಲಿ ಕಳೆದುಕೊಂಡರು. തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവർ ഓടി ഒളിക്കാൻ പോവുകയാണ്. ಮತ್ತೆ ನೋಡುವಾಗ ಅವರು ಓಡಿ ಹೋಗಿ ಮರದ ಅಡಿಯಲ್ಲಿ ಬಚ್ಚಿಟ್ಟುಕೊಳ್ಳುವುದನ್ನು ನೋಡುತ್ತೇವೆ. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ആ ഒരു വിശ്വാസം ഇവിടെ നഷ്ടപ്പെടുകയാണ്. ದೇವರೊಟ್ಟಿಗಿದ್ದಂಥ ಒಂದು ನಂಬಿಕೆಯನ್ನ ಅವರು ಕಳೆದುಕೊಳ್ಳುತ್ತಿದ್ದಾರೆ. അവർ മക്കളെന്നുള്ള ആ ഒരു ബന്ധം ഇവിടെ തകരുകയാണ്. ನಾವು ದೇವರ ಮಕ್ಕಳು ಎಂಬ ಸತ್ಸಂಬಂಧ ಮುರಿದು ಬೀಳುತ್ತಿದೆ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വതന്ത്രമായി ഓടിച്ചാടി നടക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഇവിടെ നഷ്ടപ്പെടുകയാണ്. ದೇವರ ಪ್ರಸನ್ನತೆಯಲ್ಲಿ ಚೆನ್ನಾಗಿ ಓಡಾಡುತ್ತಿದ್ದ ಅವರು ಆ ಪ್ರಸನ್ನತೆಯಿಂದ ದೂರ ಹೋಗಿ ಬಚ್ಚಿಟ್ಟುಕೊಳ್ಳುತ್ತಿದ್ದಾರೆ. ഇത് തന്നെയല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ಇದೆಲ್ಲವೇ ನಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ ನಡೆಯುತ್ತಾ ಇರುವುದು. വളരെ സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ഒരു കോളേജിലേക്കോ ഒരു ജോലി സ്ഥലത്തേക്കോ ഒരു പാർട്ടിയിലേക്കോ ചെന്ന് പ്രവേശിക്കുന്നു. പക്ഷെ അവിടെ ചെന്ന് അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരുന്നു. തിരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം നഷ്ടമാവുകയാണ്. ಒಂದು ಕುಟುಂಬದಲ್ಲಿ ಸಂತೋಷಕರವಾಗಿ ಸಂಬಂಧಗಳಲ್ಲಿ ನಾವು ಜೀವಿಸುತ್ತಿರುವಾಗ ಹೊರಗಿನ ಸಮಾಜದಲ್ಲಿ ನಾವು ಒಂದು ಪಾರ್ಟಿಯಲ್ಲಿ ಅಥವಾ ಕೆಟ್ಟ ಸ್ನೇಹಿತರ ಸಹವಾಸ ಮಾಡಿ ಪಾಪದ ಕಾರ್ಯ ಮಾಡುವಾಗ ಮನೆಗೆ ಬಂದು ಮತ್ತೆ ಕುಟುಂಬದವರೊಟ್ಟಿಗೆ ಮೊದಲಿನ ಪ್ರೀತಿ ವಿಶ್ವಾಸದಲ್ಲಿ ಬೆರೆತುಕೊಳ್ಳಲು ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. നമ്മുടെ മക്കളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു നടക്കാൻ പരിശ്രമിക്കുന്നു. ജീവിത പങ്കാളിയുടെ മുന്നിൽ നിന്ന് മറഞ്ഞു നടക്കാൻ പരിശ്രമിക്കുന്നു. സഹോദരങ്ങളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു നടക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. ഇതാണ് ചില പാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലുള്ള പ്രശ്നം. ಈ ರೀತಿಯ ಕೆಲವು ಪಾಪಗಳನ್ನು ನಾವು ಮಾಡುವಾಗ ನಮ್ಮ ಮನಸ್ಸಾಕ್ಷಿ ನಮ್ಮನ್ನು ಚುಚ್ಚುವುದರಿಂದ ತಂದೆ ತಾಯಿಗಳ ಮುಂದೆ, ಜೀವನ ಸಂಗಾತಿಯ ಮುಂದೆ, ಮಕ್ಕಳ ಮುಂದೆ ನಿಂತುಕೊಳ್ಳಲು ಧೈರ್ಯ ಸಾಲದೆ ನಮ್ಮನ್ನೇ ನಾವು ಮರೆ ಮಾಡಿಕೊಳ್ಳುತ್ತೇವೆ. ഭൂരിപക്ഷത്തോട് ചേർന്ന് ലോകത്തോട് സഹകരിച്ച് ലോകം തരുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ, വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ദൈവവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയം എത്ര വ്യക്തമായിട്ടാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. ದೇವರ ಪ್ರೀತಿಯನ್ನು ಅಥವಾ ಕುಟುಂಬ ಪ್ರೀತಿಗಿಂತ ನಾವು ಲೋಕದ ಜನರ ಪ್ರೀತಿ ಅಥವಾ ಲೌಕಿಕ ಪ್ರೀತಿಯಲ್ಲಿ ಸಿಕ್ಕಿ ಹಾಕಿಕೊಂಡಾಗ ಇಂಥ ಒಂದು ಸಂಭವ ಘಟನೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಉಂಟಾಗುತ್ತದೆ. ഇത് കഴിഞ്ഞിട്ട് ഇനി 8-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം അവരുടെ അടുത്തേക്ക് വരികയാണ്. ഇവർ ഈ പാപം ചെയ്ത് ഭയങ്കര ഒരു ദൈവമായിട്ടുള്ള ബന്ധമൊക്കെ തകർന്നിരിക്കുമ്പോൾ ദൈവം അവരുടെ അടുക്കിലേക്ക് വരികയാണ്. 8ನೇ ವಚನದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಇವರು ಪಾಪ ಮಾಡಿ ಭಯಭೀತಿಯಿಂದ ಬಚ್ಚಿಟ್ಟುಕೊಂಡಿರುವ ಸಮಯದಲ್ಲಿ ದೇವರು ಅವರನ್ನು ಹುಡುಕಿಕೊಂಡು ಬರುತ್ತಾರೆ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ വളരെ സ്വാതന്ത്ര്യമായിട്ട് സന്തോഷത്തോടെ നടന്നു പോയവർ ദൈവം വരുന്ന കാണുമ്പോൾ അവർ ഒറ്റ ഓട്ടം ഓടിയൊരു മരത്തിന് പിന്നിൽ പോയി മറയുകയാണ്. ದೇವರ ಪ್ರಸನ್ನತೆಯಲ್ಲಿ ಸಂತೋಷದಿಂದ ನಿಲ್ಲುತ್ತಿದ್ದ ಅವರು ದೇವರ ಸಪ್ಪಳ ಕೇಳಿದ ಕೂಡಲೇ ಓಡಿ ಹೋಗಿ ಬಚ್ಚಿಟ್ಟುಕೊಳ್ಳುತ್ತಾರೆ. ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഇവിടെ 9-ാം വാക്യത്തിൽ പ്രകടമാവുകയാണ്. ദൈവം പുരുഷനെ സ്നേഹപൂർവ്വം വിളിക്കുവാണ്, എടാ നീ എവിടെയാ? ದೇವರ ಅಪಾರ ಪ್ರೀತಿ ಇಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. ಆದಾಮನೇ ನೀನು ಎಲ್ಲಿದ್ದೀ ಎಂದು ಕೇಳುತ್ತಾರೆ. കേട്ടോ, ദൈവം കൃത്യമായിട്ട് ചോദിക്കുകയാണ്, നീ മോനെ നീ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത്, നിന്റെ അവസ്ഥ എന്തെന്ന് ദൈവം ചോദിക്കുകയാണ്. ಮಗನೇ ನೀನು ಎಲ್ಲಿದ್ದೀಯಾ, ನಿನ್ನ ಪರಿಸ್ಥಿತಿ ಏನಾಗಿದೆ ಎಂದು ಪ್ರೀತಿಯಿಂದ ಕೇಳುವುದನ್ನು ನೋಡುತ್ತೇವೆ. അവനപ്പം മറുപടി പറഞ്ഞു, അങ്ങയുടെ ശബ്ദം ഞാൻ തോട്ടത്തിൽ അങ്ങയുടെ ശബ്ദം കേട്ടു, അപ്പോൾ ഞാൻ നഗ്നനാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ പേടിച്ച് ഓടി ഒളിച്ചു. ಆಗ ಆ ಮನುಷ್ಯ ಆದಾಮನು ಉತ್ತರಿಸುತ್ತಾನೆ, ತೋಟದಲ್ಲಿ ನೀವು ನಡೆದು ಬರುವ ಸಪ್ಪಳ ಕೇಳಿಸಿಕೊಂಡೆ, ಆದರೆ ನಾನು ನಗ್ನನಾಗಿದ್ದೇನಲ್ಲ ಎಂದು ನಿಮ್ಮ ಮುಂದೆ ನಿಲ್ಲಲಾರದೆ ನಾನು ಬಚ್ಚಿಟ್ಟುಕೊಂಡಿದ್ದೇನೆ ಎಂದು. മദ്യം ഒരു ഫോർ എക്സാമ്പിൾ, മദ്യം കഴിച്ചിട്ട് വരുന്ന ഒരാൾ വീട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോട് പോയ ഒരാളാണ്. പക്ഷേ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലോ പോയി മദ്യം കഴിച്ചിട്ട് പിന്നെ അവൻ്റെ ജീവിത പങ്കാളിയുടെ മുന്നിലോ മക്കളുടെ മുന്നിലോ വരാൻ അവൻ മറഞ്ഞാണ് വരുന്നത്. ಈಗ ನೋಡಿ, ಕುಟುಂಬದಲ್ಲಿ ಮುಂಜಾನೆ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಸಿದ್ಧನಾಗಿ ಕೆಲಸಕ್ಕೆ ಹೋಗುವ ಒಬ್ಬ ಯಜಮಾನ ಪಾರ್ಟಿಯಲ್ಲಿ ಅಥವಾ ಸ್ನೇಹಿತರೊಡನೆ ಸೇರಿ ಮದ್ಯಪಾನ ಮಾಡಿದ ಮೇಲೆ ರಾತ್ರಿ ಮನೆಗೆ ಮರಳಿ ಬರುವಾಗ ಹೆಂಡತಿಯನ್ನಾಗಲಿ ಮಕ್ಕಳನ್ನಾಗಲಿ ಎದುರಿಸಲು ಶಕ್ತಿ ಸಾಲದೆ ತನ್ನ ರೂಮಿಗೆ ಓಡಿ ಹೋಗುತ್ತಾರೆ. അല്ലെ, ഒരു കോളേജിലേക്ക് പോകുന്ന കുട്ടി, ഒരു ഹോസ്റ്റലിലേക്ക് പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് അവിടെ പോയൊരു തെറ്റായ ബന്ധത്തിലോ തെറ്റായ കാര്യങ്ങളിലോ പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടുകാരുടെ മുന്നിൽ അവന് നേരെ നോക്കാൻ അവന് പറ്റുന്നില്ല.
ಒಂದು ಕಾಲೇಜಿಗೆ ಹೋಗುವ ಯೌವನಸ್ಥ ಮಕ್ಕಳು ಏನಾದರೂ ಪಾಪವನ್ನು ಅವರು ಮಾಡಿ ಬಂದಿದ್ದೇ ಆದರೆ ಮನೆಗೆ ಬಂದಾಗ ತಂದೆ ತಾಯಿಗಳ മുഖವನ್ನು ನೋಡಲು ಅವರಿಂದ ആകുವುದಿല്ല. ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷത്തോട് പോയിരുന്ന ദമ്പതിമാർ ഒരാൾ അറിയാതെ പെട്ടെന്നൊരു ബന്ധത്തിൽപ്പെട്ടു കണ്ടോ. പിന്നെ അദ്ദേഹത്തിന് ജീവിത പങ്കാളിയുടെ മുന്നിൽ നിൽക്കാൻ ഒരു ധൈര്യമില്ല. ಸುಖ ಸಂತೋಷದಿಂದ ಬಾಳುತ್ತಿರುವ ಒಂದು ಕುಟುಂಬದಲ್ಲಿ ಒಬ್ಬ ಗಂಡ ಅಥವಾ ಹೆಂಡತಿ ಅನೈತಿಕ ಸಂಪರ್ಕ ಇಟ್ಟುಕೊಂಡರೆ ತನ್ನ ಜೀವನ ಸಂಗಾತಿಯ ಮುಖವನ್ನು ನೋಡಲು ಧೈರ್ಯ ಸಾಲದು. ദൈവമായ കർത്താവ് ചോദിക്കുകയാണ്, ആദം നീ എവിടെയാ? ದೇವರು ಇಲ್ಲಿ ಕೇಳುತ್ತಾರೆ, ಆದಾಮನೇ ನೀನು ಎಲ್ಲಿದ್ದಿ? നിന്നോട് ആരാ പറഞ്ഞ നീ നഗ്നനാന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ನಿನಗೆ ಯಾರು ಹೇಳಿದ್ದು ನೀನು ನಗ್ನನಾಗಿದ್ದಿ ಎಂಬುದಾಗಿ? നീ ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നോ? ദൈവം ചോദിക്കുകയാണ്. ನಾನು ತಿನ್ನಬೇಡ ಎಂದು ಹೇಳಿದ ಹಣ್ಣನ್ನು ನೀನು ತಿಂದೆಯೋ ಎಂದು ಕೇಳುತ್ತಾರೆ. കർത്താവ് കൃത്യമായിട്ട് ദൈവത്തിന് അറിയാം അവൻ കഴിച്ചു എന്ന്, ദൈവത്തിന് അറിയാം അവൻ കഴിച്ചു എന്ന്. എന്നിട്ട് ദൈവം അവനോട് ചോദിക്കുക, നീ തിന്നോടാ, നീ തിന്നോ, സത്യം പറ. ದೇವರಿಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ ಈಗಾಗಲೇ ಆತ ಹಣ್ಣನ್ನು ತಿಂದಿದ್ದಾನೆ ಎಂದು, ಆದರೂ ಆತನ ಬಾಯಿಯಿಂದ ಸತ್ಯ ಬರುತ್ತದೆ ಎಂದು ಮತ್ತೆ ಮತ್ತೆ ಕೇಳುತ್ತಿದ್ದಾರೆ. അപ്പൊ അവൻ മറുപടി കൊടുക്കുന്നത് 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ಆಗ ಆತ ಮತ್ತೆ ಉತ್ತರ ಹೇಳ್ತಾನೆ, ನೀವು ನನ್ನ ಜೊತೆಯಲ್ಲಿ ಇರುವುದಕ್ಕಾಗಿ ಕೊಟ್ಟಂತ ಆ ಸ್ತ್ರೀ ನನಗೆ ಹಣ್ಣನ್ನ ಕೊಟ್ಟಳು, ಅದಕ್ಕೆ ನಾನು ತಿಂದೆ ಎಂಬುದಾಗಿ. ദൈവം ചോദിച്ചതെന്ത്, അവൻ മറുപടി പറഞ്ഞതെന്ത്? ದೇವರು ಕೇಳಿದ ಪ್ರಶ್ನೆ ಏನು, ಈತ ನೀಡಿದ ಉತ್ತರ ಏನು? കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു പരാജയം ഉണ്ടാകുമ്പോൾ ആ പരാജയം അതുപോലെ തന്നെ കർത്താവേ എനിക്ക് അബദ്ധം പറ്റി എന്ന് ഓപ്പണായിട്ട് പറയണം. അതാണ് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸಹ ಅನೇಕ ಪಾಪದ ನಿಮಿತ್ತ ನಾವು ಸೋಲನ್ನು ಅನುಭವಿಸುವಾಗ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ನನ್ನ ತಪ್ಪು ಏನು ಎಂಬುದನ್ನು ಅರಿಕೆ ಮಾಡಬೇಕೆಂದು ದೇವರು ನಮ್ಮಿಂದ ಬಯಸುತ್ತಾ ಇರ್ತಾರೆ. പക്ഷേ ഇവിടെ പുരുഷൻ ആ സ്ത്രീയെയും കുറ്റപ്പെടുത്തുകയാണ്, ദൈവത്തെയും കുറ്റപ്പെടുത്തുകയാണ്. ಆದರೆ ಇಲ್ಲಿ ಆದಾಮನು ಹೇಳುತ್ತಾನೆ, ಆ ಸ್ತ್ರೀಯೇ ಇದಕ್ಕೆ ಕಾರಣ, ಆ ಸ್ತ್ರೀಯನ್ನು ಕೊಟ್ಟ ದೇವರಾದ ನೀನು ಕಾರಣ ಎಂಬುದಾಗಿ. അവൻ അവൻ്റെ ഭാഗം ന്യായീകരിക്കുക, അവനും അവളും അങ്ങും കൊണ്ടാണ് എനിക്ക് അബദ്ധം പറ്റിയതെന്ന്. ಅವನ ತಪ್ಪನ್ನು ಅವನು ಒಪ್ಪಿಕೊಳ್ಳುತ್ತಿಲ್ಲ, ಬದಲಿಗೆ ಆ ಸ್ತ್ರೀ ಕೊಟ್ಟಳು, ನೀನು ಕೊಟ್ಟಂತ ಸ್ತ್ರೀ ಎಂಬುದಾಗಿ. ശരിക്കും ഒരു കുമ്പസാരക്കോട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ಇಲ್ಲಿ ಒಂದು ಪಾಪ ನಿವೇದನೆಯ ಸಂಸ್ಕಾರದ ಘಟನೆಯನ್ನು ನಾವು ನೋಡಬಹುದು. കുമ്പസാരക്കൂട്ടിൽ പോയിട്ട് നമ്മളെ ജീവിതത്തിൽ പറ്റിയ അബദ്ധങ്ങൾ നമ്മൾ തുറന്നു പറയണമെന്ന്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓപ്പൺ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ಪಾಪ ನಿವೇದನೆ ಸಂಸ್ಕಾರಕ್ಕೆ ಹೋದಾಗ ದೇವರ ಪ್ರಸನ್ನತೆಯಲ್ಲಿ ನಾವು ನನ್ನ ತಪ್ಪನ್ನ ಅರಿಕೆ ಮಾಡಬೇಕೆಂದು ದೇವರು ಬಯಸುತ್ತಾರೆ. ഒരു പാർട്ടിക്ക് പോയിട്ട് അവിടെ നമ്മൾ മദ്യത്തിന് പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു പാപം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അപ്പോൾ കുമ്പസാരത്തിൽ പോയിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് പറയണം, ഞാൻ മദ്യപിച്ചു, ഞാൻ ഇന്ന പാപം ചെയ്തു എന്ന്. അല്ലാതെ ഞാൻ അവിടെ പ്രോഗ്രാമിന് പോയി, അപ്പോൾ അവരെന്നെ നിർബന്ധിച്ചു, അവരാണ് കാരണക്കാരെന്ന്. അവരല്ല ഉത്തരവാദി, ഞാൻ തന്നെയാണ് ഉത്തരവാദി. ನಾವು ಮದ್ಯಪಾನ ಮಾಡಿದಾಗ, ಪಾಪದ ಕೃತ್ಯಗಳನ್ನು ಮಾಡಿದಾಗ ಅದನ್ನು ಧೈರ್ಯವಾಗಿ ನಾವು ಅರಿಕೆ ಮಾಡಿ ಒಪ್ಪಿಕೊಳ್ಳಬೇಕು. ಅದರ ಬದಲು ಇಲ್ಲ ನಾನು ಆ ಪಾರ್ಟಿಗೆ ಹೋಗಿದ್ದೆ, ನನ್ನ ಸ್ನೇಹಿತ ಬಲವಂತ ಮಾಡಿದ, ಅವ್ರು ಕೊಟ್ಟರು ಇವ್ರು ಕೊಟ್ಟರು ಅಂತ ಬೇರೆಯವರನ್ನ എളയുವುതല്ല. ജീവിതത്തിൽ ഒരു പ്രശ്നം വരും, ഒരു മദ്യപാനിയായ ഒരു ജീവിത പങ്കാളി വന്ന് വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിൽ അതിലും വലിയ പ്രശ്നം നമ്മൾ തിരിച്ചുണ്ടാക്കിയിട്ട് അദ്ദേഹം കാരണമാണ് ഈ പ്രശ്നമെല്ലാം എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. ಒಬ್ಬ ಮದ್ಯಪಾನ ಮಾಡುವ ಜೀವನ ಸಂಗಾತಿ ಇದ್ದರೆ ಅವನ ಕುಡುಕುತನವೇ ನನ್ನ ಜೀವನಕ್ಕೆ ಕಾರಣ, ಹಾಳಾಯಿತು ಎಂಬುದಾಗಿ ಅದನ್ನೇ ದೊಡ್ಡ ಪಾಪ ಎಂದು ಎಣಿಕೆ ಮಾಡುವುದಲ್ಲ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ നേരിട്ട് അംഗീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ನನ್ನ ಜೀವಿತದಲ್ಲಿ ನಾನು ಮಾಡಿದ ತಪ್ಪನ್ನ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಒಪ್ಪಿಕೊಳ್ಳಬೇಕಾಗಿದೆ. ആദത്തിന് ആ പുരുഷന് പരാജയം സംഭവിച്ചപ്പോൾ ദൈവം വന്നപ്പോഴേ ഓടി ചെന്നിട്ട്, ദൈവമേ എനിക്കൊരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവൻ എന്തേറെ സ്നേഹം കിട്ടിയേനെ. ಈ ಘಟನೆಯಲ್ಲಿ ದೇವರು ಬಂದು ಕೇಳುವಾಗ ಆದಾಮನು ಓಡಿ ಹೋಗಿ, ದೇವಾ ನಾನು ನಿಮಗೆ ವಿರುದ್ಧವಾಗಿ ತಪ್ಪು ಮಾಡಿದ್ದೇನೆ ಎಂದು ಒಪ್ಪಿಕೊಂಡಿದ್ದೆ, ಆದರೆ ಎಷ್ಟು ಚೆನ್ನಾಗಿರುತ್ತಿತ್ತು. ഇനി അതിനുശേഷം ദൈവം സ്ത്രീയോട് ചോദിക്കുകയാണ്. ಅದರ ನಂತರ ದೇವರು ಸ್ತ್ರೀಯನ್ನ ಕೇಳುತ್ತಾರೆ, നീ എന്താണ് ചെയ്തത്, ನೀನು ಏನು ಮಾಡಿದ್ದು? അപ്പൊ അവള് കൊടുക്കുന്ന മറുപടി ഉണ്ടോ, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ಆಗ ಆಕೆ ಏನು ಹೇಳ್ತಾಳೆ, ಆ ಸರ್ಪ ನನ್ನನ್ನು ವಂಚಿಸಿತು, ಆದ ಕಾರಣ ನಾನು ಹಣ್ಣನ್ನ ತಿಂದು ಬಿಟ್ಟೆ. കണ്ടോ, അവളും അവൾക്ക് പറ്റിയ അബദ്ധമല്ല പറയുന്നത്, കർത്താവേ എനിക്ക് അബദ്ധം പറ്റി, ഞാനൊരു തെറ്റ് ചെയ്തു പോയി എന്ന് പറയാതെ അവൾ ന്യായീകരിക്കുകയാണ്, സർപ്പം കാരണം എനിക്കിങ്ങനെ സംഭവിച്ചു. ಅವಳು ಸಹ ತನ್ನ ತಪ್ಪನ್ನು ತಾನು ಒಪ್ಪಿಕೊಳ್ಳುತ್ತಿಲ್ಲ, ಬದಲಿಗೆ ನನ್ನ ತಪ್ಪಿಗೆ ಕಾರಣ ಸರ್ಪ ನನ್ನನ್ನು ವಂಚಿಸಿತು ಎಂಬುದಾಗಿ. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ
ഒരു മദ്യമോ ഒരു മയക്കുമരുന്നോ ഒരു തെറ്റായ കൂട്ടുകെട്ടോ കാണുമ്പോൾ ഞാനാണ് തീരുമാനിക്കുന്നത് ഇതെനിക്ക് വേണോ വേണ്ടയോ എന്ന്. ನಾವು ಪಾಪ ಮಾಡುವ ಸಂದರ್ಭದಲ್ಲಿ ಮದ್ಯಪಾನ ಧೂಮಪಾನ ಸೇವಿಸುವ ಸಮಯದಲ್ಲಿ ಇದನ್ನು ಮಾಡಬೇಕು ಮಾಡಬಾರದು ಎಂಬ ತೀರ್ಮಾನ ಮಾಡುವುದು ನನ್ನ ವೈಯಕ್ತಿಕ ವಿಷಯವಾಗಿರುತ್ತದೆ. എൻ്റെ സ്വാതന്ത്ര്യമാണ് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യണോ, ഇത് ഞാൻ എടുക്കണോ, ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത്. ಇದನ್ನು ತಿನ್ನಬೇಕಾ ತಿನ್ನಬಾರದ ಮಾಡಬೇಕಾ ಮಾಡಕೂಡದ ಎಂದು ತೀರ್ಮಾನ ಮಾಡುವುದು ನಮ್ಮ ವೈಯಕ್ತಿಕ ಸ್ವಾತಂತ್ರ್ಯವಾಗಿದೆ. അതിനകത്ത് ഞാൻ പോയി പെട്ടിട്ട് പിന്നെ അയ്യോ അത് കാരണമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ಆದರೆ ಪಾಪ ಮಾಡಿಬಿಟ್ಟು ಅಯ್ಯೋ ಇದಕ್ಕೆ ಅವ್ರ ಕಾರಣ ಇವ್ರ ಕಾರಣ ಎಂದು ಹೇಳಿದರೆ ಏನೂ ಪ್ರಯೋಜನವಿಲ್ಲ. പ്രഭാഷക ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നന്മയും തിന്മയും ജീവനും മരണവും നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം. ಸಿರಾಕನ ಗ್ರಂಥದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಜೀವ ಮತ್ತು ಮರಣ, ಒಳ್ಳೆಯದು ಮತ್ತು ಕೆಟ್ಟದ್ದು ನಿನ್ನ ಮುಂದೆ ಇಟ್ಟಿದ್ದಾರೆ, ನಿನಗೆ ಬೇಕಾದುದನ್ನು ಆಯ್ಕೆ ಮಾಡಿಕೊ ಎಂಬುದಾಗಿ. നമ്മൾ ഒന്ന് തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ സാഹചര്യത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ನಾವಾಗಿ ಸ್ವತಂತ್ರವಾಗಿ ಆಯ್ಕೆ ಮಾಡಿಕೊಂಡು ತದನಂತರ ಆಗುವ ದುಷ್ಪರಿಣಾಮಗಳ ಮೇಲೆ ನಾವು ದೂರು ಹೇಳಿದರೆ ಏನು ಪ್ರಯೋಜನವಿಲ್ಲ. ഇനി നമുക്ക് അബദ്ധം പറ്റി, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ബലഹീനരാണ്, മനുഷ്യൻ്റെ ബലഹീനതയാണ് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. ഇനി അബദ്ധം പറ്റിയ അത് അതേപോലെ ദൈവത്തോട് പറയുക. ಮನುಷ್ಯನು ಬಲಹೀನನು ಎಂದು ಇದರಿಂದ ತಿಳಿದು ಬರುತ್ತದೆ. ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಬಂದಾಗ ಹೌದು ನಾನು ಪಾಪ ಮಾಡಿದ್ದೇನೆ ಎಂದು ಒಪ್ಪಿಕೊಳ್ಳುವುದು ಉತ್ತಮವಾದುದು. സങ്കീർത്തനം 119:26 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി എന്ന്. ಕೀರ್ತನೆ 119:26 ನಾವು ನೋಡುತ್ತೇವೆ, ನನ್ನ ದುರವಸ್ಥೆಯನ್ನು ನಾನು ವಿವರಿಸುವಾಗ ದೇವರಿಂದ ನನಗೆ ಸದುತ್ತರ ಲಭಿಸಿತು. ഈ ഒരു ചെറിയൊരു അധ്യായത്തിൽ, ഈ ഒരു ഭാഗത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം നമ്മളോട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു, ദൈവത്തെ ഡിസൊബേ ചെയ്യുന്നു, ദൈവത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് മനുഷ്യന് വലിയ പരാജയത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ಈ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡುವಂಥ ಘಟನೆ, ದೇವರು ಹೇಳಿದ ಮಾತಿಗೆ ಅವಿಧೇಯರಾಗಿ ಆ ವಾಕ್ಯವನ್ನ ಮೀರಿ ಅಪಾರ ನಷ್ಟವನ್ನ ಮನುಷ್ಯನು ಪಡೆದುಕೊಂಡನು. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ബലഹീനരാണ്, പിശാച് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, പരാജയപ്പെടാതിരിക്കാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ಈ ದೇವರ ವಾಕ್ಯ ನಮಗೆ ತಿಳಿಸುತ್ತದೆ, ಸೈತಾನನು ಕುತಂತ್ರಿ, ಅವನು ನಮ್ಮನ್ನ ಶೋಧಿಸಲು ಕಾದು ನಿಂತಿದ್ದಾನೆ. ಆದ ಕಾರಣ ನಾವು ದೇವರೊಂದಿಗಿದ್ದು ಅವನನ್ನು ಜಯಿಸಬೇಕಾಗಿದೆ. ഇനി ബലഹീനമായിട്ട് നമ്മൾ അറിയാതെ ഒന്ന് സ്ലിപ്പായി പോയോ, ഒന്ന് വീണോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വതന്ത്രമായി അത് ഏറ്റു പറയുക. ಒಂದೊಮ್ಮೆ ಬಲಹೀನತೆಯ ನಿಮಿತ್ತ ಪಾಪದಲ್ಲಿ ಜಾರಿ ಬಿದ್ದು ಹೋಗಿದ್ದೀಯೋ, ಮತ್ತೆ ದೇವರ ಬಳಿ ಬಂದು ಸಂಪೂರ್ಣವಾಗಿ ಒಪ್ಪಿಕೋ. ദൈവം നമ്മളെ ചേർത്ത് പിടിക്കും, കാരണം അവിടുന്ന് നമ്മുടെ അപ്പനാണ്. ಆಗ ದೇವರು ನಮ್ಮನ್ನು ತಬ್ಬಿ ಹಿಡಿದುಕೊಂಡು ರಕ್ಷಿಸುತ್ತಾರೆ, ಕಾರಣ ಅವರು ನಮ್ಮ ಪ್ರೀತಿಯ ತಂದೆಯಾಗಿದ್ದಾರೆ. ദൈവത്തെ നമുക്ക് അധികം സ്നേഹിക്കാം ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ. ಈ ವಾಕ್ಯವನ್ನ ಕೇಳುವಾಗ ದೇವರನ್ನ ಇನ್ನೂ ಹೆಚ್ಚೆಚ್ಚಾಗಿ ಪ್ರೀತಿಸಲು ಪ್ರಾರಂಭಿಸೋಣ. ഇനി നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ അടുത്ത ഒരു ഭാഗം, ഒരു പ്രത്യേക കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. ಇನ್ನು 14ನೇ ವಚನದಿಂದ ಒಂದು ಪ್ರತ್ಯೇಕ ಭಾಗವನ್ನ ನಾವು ನೋಡುತ್ತೇವೆ. ശിക്ഷാ നടപടികളിലേക്ക് പോവുകയാണ്. പരാജയങ്ങളുണ്ടായി, പാപം ചെയ്തു, തെറ്റ് ചെയ്തു, ദൈവം പിന്നെ ശിക്ഷാ നടപടികളിലേക്ക് പോവുകയാണ്. ಅವರು ಪಾಪ ಮಾಡಿ ದೇವರಿಗೆ ವಿರೋಧವಾಗಿ ನಡೆದುಕೊಂಡರು. ಈ ವಾಕ್ಯಗಳಲ್ಲಿ ದೇವರು ಕೊಟ್ಟಂತ ಒಂದು ಶಿಕ್ಷೆಯನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. നമ്മളിവിടെ കാണുന്നുണ്ട്, ഈ ആദ്യം ഒരു പ്രലോഭനം ഉണ്ടാകുന്നു, ആ ഒരു പ്രലോഭനത്തിന് കാരണമായിട്ട് ഒരാൾ നിൽക്കുന്നു, ആ പ്രലോഭനത്തിൽ ഒരാൾ വീഴുന്നു, ആ പ്രലോഭനത്തിലേക്ക് അടുത്തയാളെ വലിച്ചിഴയ്ക്കുന്നു. ഈ ഓർഡർ അനുസരിച്ച് ദൈവം കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കുന്നത് കാണാം. ಈ ವಚನದ ಪ್ರಾರಂಭದಲ್ಲಿ ನಾವು ನೋಡಿದ್ದೇವೆ, ಒಬ್ಬ ವ್ಯಕ್ತಿ ಮೊದಲು ಪಾಪಕ್ಕೆ ಪ್ರಚೋದನೆ ಮಾಡಿದ, ಒಬ್ಬ ವ್ಯಕ್ತಿ ಆ ಪಾಪಕ್ಕೆ ಸಿಕ್ಕಿಬಿದ್ದರು, ತದನಂತರ ತನ್ನ ಜೊತೆಗಾರರನ್ನ ಸಹ ಸಿಕ್ಕಿಸಿದರು. ಎಲ್ಲರೂ ಒಬ್ಬರ ನಂತರ ಒಬ್ಬರು ಪಾಪಕ್ಕೆ ಸಿಕ್ಕಿಕೊಂಡ ರೀತಿಯಲ್ಲಿ ಈ ಶಾಪ ಸಹ ಆ ಆರ್ಡರ್ ಅಲ್ಲೇ ದೇವರು ಕೊಡ್ತಾ ಇದ್ದಾರೆ. നമുക്കറിയാം, ഈ സർപ്പമാണ്, ഈ സർപ്പമായ ഈ പിശാജ് ആ സ്ത്രീയെ വഞ്ചിക്കുന്നത് വ്യക്തമായിട്ട് നമ്മൾ വായിച്ചു കണ്ടു. ಸರ್ಪ ಆ ಸ್ತ್ರೀಯನ್ನ ವಂಚಿಸಿತು ಎಂಬುದನ್ನು ನಮಗೆ ಖಚಿತವಾಗಿ ತಿಳಿದು ಬರುತ್ತದೆ. അപ്പൊ ദൈവം ആദ്യം ഈ പ്രലോഭിപ്പിച്ച ആളിലേക്ക് തിരിയുകയാണ്. ಆದ ಕಾರಣ ಈ ಪ್ರಲೋಭನೆಗೆ ಕಾರಣಕರ್ತರಾದ ಆ ಸರ್ಪ ಸೈತಾನನ ಕಡೆ ದೇವರು ಮೊದಲು ಮಾತನಾಡುತ್ತಾರೆ. 14-ാം വാക്യം, ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ಸರ್ವೇಶ್ವರನಾದ ದೇವರು ಸರ್ಪಕ್ಕೆ ಇಂತೆಂದರು, നീ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും അടിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. ಈ ಪರಿಯ ಕೃತ್ಯವನ್ನು ನೀನೆಸಗಿದುದರಿಂದ ಶಾಪಗ್ರಸ್ತನಾದೆ ಎಲ್ಲಾ ಪಶು ಪ್ರಾಣಿಗಳಿಗಿಂತ. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ಹರಿದಾಡುವೆ ಹೊಟ್ಟೆಯ ಮೇಲೆ ಇಂದಿನಿಂದ. ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും.
തിನ್ನುವೆ ಮಣ್ಣನ್ನೇ ಜೀವಮಾನ ಪರ್ಯಂತ. കണ്ടോ, നമ്മൾ മനുഷ്യ മക്കളെ പ്രലോഭിപ്പിച്ച പിശാചിന് ദൈവം അവനെ അത്രമാത്രം താഴ്ത്തി വിടുകയാണ്. ಮನುಷ್ಯ ಕುಲವನ್ನ ವಂಚನೆ ಮಾಡಿದಂತ ಆ ಸೈತಾನ ಸರ್ಪವನ್ನ ದೇವರು ಅಷ್ಟು ಕೆಳಮಟ್ಟಿಗೆ തഗ്ഗിಸಿ ಬಿಡುತ್ತಾರೆ. പിശാചിന്റെ മേലെ നമുക്ക് ആധിപത്യം ഉണ്ട്, പക്ഷെ പിശാച് നമ്മുടെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ಸೈತಾನನ ಮೇಲೆ ನಮಗೆ ಅಧಿಕಾರ ಕೊಟ್ಟಿದ್ದಾರೆ ದೇವರು, ಆದರೆ ಸೈತಾನ ನಮ್ಮನ್ನ ಆಳ್ವಿಕೆ ಮಾಡ್ತಾ ಇದ್ದಾನೆ. ലൂക്കായുടെ സുവിശേഷത്തില് 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇത് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ಲೂಕ 10:19 ಇದನ್ನ ನಾವು ಖಚಿತವಾಗಿ ನೋಡುತ್ತೇವೆ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും കണ്ടോ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തരികയാണ്. ಸರ್ಪಗಳನ್ನು ಚೇಳುಗಳನ್ನು ತುಳಿದು ಹಾಕುವ ಅಧಿಕಾರವನ್ನು ನಾನು ನಿಮಗೆ ನೀಡಿದ್ದೇನೆ. അപ്പൊ പിശാചിന്റെ സ്ഥാനം താഴെ തന്നെയാണ്. ಹಾಗಾದರೆ ಸೈತಾನನ ಸ್ಥಳ ನಮ್ಮ ಕಾಲಿನ ಕೆಳಗೆಯಾಗಿದೆ. അപ്പൊ ഇവിടെ ഈ പിശാച് ഇങ്ങനെ ചെയ്തത് കൊണ്ട് ദൈവത്തിനറിയാം ഇനി ഈ മനുഷ്യനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ಈ ಸೈತಾನನು ಮಾಡಿದ ಕುತಂತ್ರವನ್ನ ನೋಡಿದಂತ ದೇವರು ಒಂದು ತೀರ್ಮಾನ ಮಾಡಿದರು, ಇನ್ನು ಈ ಮನುಷ್ಯನನ್ನು ಹೀಗೆ ಬಿಟ್ಟರೆ ಅದು ಒಳ್ಳೆಯದಲ್ಲ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം ഉൽപ്പത്തി 3:15 നമ്മൾ വായിക്കാൻ പോവുകയാണ്. ದೇವರ ಪ್ರೀತಿಯ ಶ್ರೇಷ್ಠತೆಯನ್ನು ಆದಿಕಾಂಡ 3:15 ನಾವು ನೋಡುತ್ತೇವೆ. യോഹന്നാൻ ശ്ലീഹായ എഴുതിയ സുവിശേഷത്തിന്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളൊരു വചനം വായിക്കുന്നുണ്ട്. ಯೋಹಾನನ ಶುಭ ಸಂದೇಶ 3ನೇ ಅಧ್ಯಾಯ ವಚನ 16 ಒಂದು ವಾಕ್ಯವನ್ನು ಓದುತ್ತೇವೆ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ದೇವರಲ್ಲಿ ವಿಶ್ವಾಸವಿಟ್ಟ ಯಾರೊಬ್ಬರೂ ನಾಶವಾಗದಂತೆ ಎಲ್ಲರೂ ರಕ್ಷಣೆಯನ್ನು ಹೊಂದಬೇಕೆಂದು ದೇವರು ಈ ಲೋಕವನ್ನು ಪ್ರೀತಿಸಿ ತನ್ನ ಏಕೈಕ ಪುತ್ರನನ್ನು ಈ ಲೋಕಕ್ಕೆ ಧಾರೆ ಎರೆದರು. നമുക്കറിയാം ഈശോ വഴിയാണ് നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടത്. ಯೇಸುವಿನ ಮುಖಾಂತರ ನಾವೆಲ್ಲರೂ ರಕ್ಷಣೆಯನ್ನು ಹೊಂದಿಕೊಂಡಿದ್ದೇವೆ. ഈശോയുടെ വിശുദ്ധ കുരിശാണ് എല്ലാ തിന്മകളെയും തകർത്ത് കളയുന്നത്. ಯೇಸುವಿನ ಪವಿತ್ರ ಶಿಲುಬೆಯಾಗಿದೆ ಎಲ್ಲ ದುಷ್ಟ ಕೃತ್ಯಗಳನ್ನು ನಾಶ ಮಾಡಿದ್ದು. ഇവിടെ ഈശോയെയും ഈശോയുടെ അമ്മയെയും വാഗ്ദാനം ചെയ്യുന്നൊരു വചനഭാഗം നമ്മൾ വായിക്കാൻ പോവുകയാണ്. ಈ ವಾಕ್ಯದಲ್ಲಿ ಯೇಸುವಿನ ಕುರಿತು, ಯೇಸುವಿನ ತಾಯಿ ಮಾತೆ ಮರಿಯಮ್ಮನವರ ಕುರಿತು ಮಾಡಿದ ವಾಗ್ದಾನವನ್ನು ನೋಡುತ್ತೇವೆ. ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ಹಗೆತನ ವಿರಿಸುವೆನು ನಿನಗೂ ಈ ಮಹಿಳೆಗೂ, ನಿನ್ನ ಸಂತಾನಕ್ಕೂ ಇವಳ ಸಂತಾನಕ್ಕೂ, ಜಜ್ಜುವುದು ಇವಳ ಸಂತಾನ ನಿನ್ನ ತಲೆಯನ್ನು. വെളിപാട് 12-ാം അധ്യായത്തിൽ ഇത് നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ಪ್ರಕಟಣಾ ಗ್ರಂಥ 12ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ಘಟನೆಯನ್ನು ನೋಡುತ್ತೇವೆ. 12-ാം അധ്യായം 9-ാം വാക്യം പുരാതന സർപ്പം, ആ വഞ്ചന നിറഞ്ഞ സർപ്പത്തെ ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നത് കാണുകയാണ്. ಪ್ರಕಟಣಾ ಗ್ರಂಥ 12ನೇ ಅಧ್ಯಾಯ ವಚನ 9 ಪುರಾತನ ಸರ್ಪ ವಂಚಕ ಆ ಪಿಶಾಚಿಯನ್ನು ಭೂಮಿಗೆ ದಬ್ಬಲಾಯಿತು. ഈ പിശാചിനെ എതിർത്ത് നിൽക്കാൻ ദൈവം തൻ്റെ പുത്രനെയും ആ പുത്രൻ്റെ അമ്മയെയും നമുക്കിവിടെ വാഗ്ദാനം ചെയ്യുകയാണ്. ಈ ಸೈತಾನನನ್ನು ಜಯಿಸಿ ನಿಲ್ಲುವುದಕ್ಕಾಗಿ ದೇವರು ತನ್ನ ಏಕೈಕ ಪುತ್ರನಾದ ಯೇಸುವನ್ನು ಆತನ ತಾಯಿಯಾದ ಮಾತೆ ಮರಿಯಮ್ಮನವರ ಕುರಿತು ಇಲ್ಲಿ ಮುಂಚಿತವಾಗಿ ತಿಳಿಸುತ್ತಾರೆ. കണ്ടോ, വലിയൊരു തിന്മയ്ക്ക് നമ്മൾ അഡിക്റ്റായി പോകുമ്പോൾ, വലിയൊരു പാപത്തിലേക്ക് നമ്മൾ വീഴുമ്പോൾ, ദൈവത്തിൻ്റെ ബന്ധം അവിടെ ബ്രേക്ക് ആവുമ്പോൾ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാണ് തൻ്റെ പുത്രനും അവിടുത്തെ പുത്രൻ്റെ അമ്മയും. ನಾವು ಪಾಪ ಮಾಡಿ ದೇವರ ಸತ್ಸಂಬಂಧವನ್ನು ತೊರೆದುಕೊಂಡು ಬಿದ್ದು ಹೋಗಿರುವ ಸಮಯದಲ್ಲಿ ಮತ್ತೆ ನಮ್ಮನ್ನು ರಕ್ಷಿಸುವುದಕ್ಕಾಗಿ ಸದಾಕಾಲ ಸಿದ್ಧರಾಗಿರುವವರು ಪ್ರಭು ಯೇಸು ಮತ್ತು ಮಾತೆ ಮರಿಯಮ್ಮನವರಾಗಿದ್ದಾರೆ. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളോ നമ്മുടെ പാപങ്ങളോ നമ്മുടെ കുറവുകളോ ഓർത്ത് നമ്മൾ ഒരിക്കലും വേദനിക്കേണ്ട. കാരണം നമുക്ക് പിതാവായ ദൈവമുണ്ട്, അവിടുത്തെ പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. നമുക്ക് സഹായത്തിനായിട്ട് അവരുടെ എല്ലാം പ്രിയപ്പെട്ട ಅಮ್ಮയെ നമുക്ക് തന്നിട്ടുണ്ട്. ಆದ ಕಾರಣ ನಮ್ಮಲ್ಲಿರುವ ಬಲಹೀನತೆಯ ಕುರಿತಾಗಿ ಅಥವಾ ಪಾಪದ ಕುರಿತಾಗಿ ನಾವು ಭಯಪಡುವುದು ಬೇಡ. ನಮ್ಮನ್ನು ಅವುಗಳಿಂದ ಬಿಡುಗಡೆ ಮಾಡಲು ರಕ್ಷಕನಾದ ಯೇಸು ಇದ್ದಾರೆ. ತಾಯಿಯಾದ ಮಾತೆ ಮರಿಯಮ್ಮನವರು, ತಂದೆ ದೇವರು ನಮ್ಮೊಟ್ಟಿಗಿರುತ್ತಾರೆ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല ഉള്ളത്, നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല ഉള്ളത്, മറിച്ച് നമ്മളുടെ രക്ഷയും നമ്മളുടെ വിജയവും ആഗ്രഹിക്കുന്ന ഒരു നല്ല അപ്പനാണ് നമുക്കുള്ളത്. ಈ ಘಟನೆಯಿಂದ ನಮಗೆ ಒಂದು ಸತ್ಯ ಕಂಡು ಬರುತ್ತದೆ. ನಮ್ಮ ನಾಶನವನ್ನು ನೋಡಿ ಖುಷಿ ಪಡುವ ದೇವರಲ್ಲ, ಬದಲಿಗೆ ನಮ್ಮನ್ನು ರಕ್ಷಿಸಲು ನಮ್ಮನ್ನು ಸದಾಕಾಲ ಕಾಯ್ದು ಕಾಪಾಡುವ ಪ್ರೀತಿಯ ತಂದೆ ದೇವರು ನಮಗಿದ್ದಾರೆ.
ഇതിനു ശേഷം നമ്മൾ ആദ്യം സാത്താനെ ദൈവം ശിക്ഷിച്ച് തള്ളിക്കളഞ്ഞു. അതിനുശേഷം ഇങ്ങനൊരു തെറ്റ് ചെയ്തതുകൊണ്ട് മനുഷ്യന് വന്ന ഒരു വലിയ പരിണിതഫലമുണ്ട്. ಪ್ರಾರಂಭದಲ್ಲಿ ವಂಚಿಸಿದ ಸರ್ಪವನ್ನ ದೇವರು ಶಿಕ್ಷಿಸಿದರು. ತದನಂತರ ಮನುಷ್ಯನ ಮೇಲೆ ಈ ಪಾಪ ಎಂಥ ಪರಿಣಾಮ ಬೀರುತ್ತೆ ಎಂಬುದನ್ನು ನೋಡುತ್ತೇವೆ. ആദ്യം പ്രലോഭകൻ, അത് കഴിഞ്ഞ് വീണത് സ്ത്രീ വലിച്ചിട്ടത് പുരുഷൻ. ഇങ്ങനെ ഓരോരുത്തരെ കൃത്യം ഒരു ലോജിക്കൽ ഓർഡറിൽ ദൈവശിക്ഷാ നടപടികൾ. ಪ್ರಾರಂಭದಲ್ಲಿ ವಂಚನೆ ಮಾಡಿದ್ದು ಸರ್ಪ, ಆ ಸರ್ಪಕ್ಕೆ ಸೋತು ಬಿದ್ದಿದ್ದು ಮಹಿಳೆ ತನ್ನ ಗಂಡನಿಗೆ ಕೊಟ್ಟಳು. ಸೊ ಇದೇ ಒಂದು ಕ್ರಮಬದ್ಧತೆಯಲ್ಲಿ ದೇವರು ಶಿಕ್ಷೆಯನ್ನು ನೀಡಲಿದ್ದಾರೆ. വളരെ സൗഭാഗ്യത്തിൽ പോയിക്കൊണ്ടിരുന്ന സ്ത്രീ, പുരുഷൻ വളരെ കഷ്ടത അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടി അവരെ വിട്ടുകൊടുക്കുകയാണ്. ಒಂದು ಒಳ್ಳೆಯ ಆಶೀರ್ವಾದದ ಸುಖ ಸಂಸಾರದ ಜೀವನವನ್ನು ನಡೆಸುತ್ತಿದ್ದ ಸ್ತ್ರೀ ಪುರುಷರಿಬ್ಬರು ಆ ಸುಖವನ್ನು ಕಳೆದುಕೊಂಡು ಕಷ್ಟದ ದುಡಿಮೆಯನ್ನು ಅನುಭವಿಸಲು അവൾ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അതുപോലെ തന്നെ ഒരുപാട് കഷ്ടതകൾ ഈ ഭൂമിയിൽ എല്ലാ കഷ്ടതകളെയും നീ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് പറയുകയാണ്. ಆಕೆ ಕಷ್ಟಪಟ್ಟು ಪ್ರಸವ ವೇದನೆಯ ಸಮಯದಲ್ಲಿ ಮಗುವನ್ನ ಹೆರುವಳು ಮತ್ತು ಅನೇಕ ಮುಳ್ಳುಗಿಡಗಳು ಕಷ್ಟ, ಈ ಭೂಮಿಯಲ್ಲಿ ಅವರಿಗೆ ನಾನಾ ವಿಧವಾದ ಕಷ್ಟಗಳೇ ದೊರಕುವು. അത് കഴിഞ്ഞ് ആദത്തിന്റെ അടുത്തേക്ക് തിരികെയാണ്. രണ്ടാമതിന് ആദത്തോട് പറയുകയാണ്, നീ ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പെട്ടും മല്ലടിച്ചും നീ ജീവിക്കേണ്ടി വരുമെന്ന്. ಆದ ಕಾರಣ ಈ ಭೂಮಿಯಲ್ಲಿ ನೀನು ಬಹಳ ಕಷ್ಟಪಟ್ಟು ದುಡಿಯುವೆ ಎಂಬುದಾಗಿ ವಾಕ್ಯ ಹೇಳುತ್ತದೆ. നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടു, നീ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് പറയുകയാണ്. ನೀನು ಮಣ್ಣಿನಿಂದ ತೆಗೆಯಲ್ಪಟ್ಟ ಮನುಷ್ಯ, ಮತ್ತೆ ನೀನು ಮರಳಿ ಮಣ್ಣಿಗೇ ಹೋಗುವೆ. കണ്ടോ പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു സൗഭാഗ്യത്തിൽ കഴിഞ്ഞവരാണ്. ഒരു ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോഴത്തേനും അവർ വലിയ കഷ്ടതകളിലേക്ക് പോകുന്നത് കണ്ടോ. ನೋಡಿ, ಪ್ರಾರಂಭದಲ್ಲಿ ಆದಿ ತಂದೆ ತಾಯಿ ಆದಾಮ್ ಮತ್ತು ಹವ್ವ ಎಂಥ ಒಂದು ಆಶೀರ್ವಾದದ ಜೀವನದಲ್ಲಿ ದೇವರೊಟ್ಟಿಗೆ ಸತ್ಸಂಬಂಧದಲ್ಲಿ ಇದ್ದರು. ಆದರೆ ಪಾಪ ಮಾಡಿ ದೇವರ ಸತ್ಸಂಬಂಧವನ್ನ ಕಳೆದುಕೊಂಡ ಕಾರಣ ಅನೇಕ ಕಷ್ಟ ನಷ್ಟಗಳಿಗೆ ಗುರಿಯಾದರು. ദൈവം ഒരിക്കലും നമ്മിൽ നിന്ന് അകലെയല്ല. പക്ഷേ ഈ കഷ്ടതകൾ നമ്മൾ ഈ ഭൂമിയിൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് ആ പറുദീസ നഷ്ടമായതുകൊണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരും. ಆದಿ ತಂದೆ ತಾಯಿಗಳು ದೇವರ ಸತ್ಸಂಬಂಧವನ್ನು ಕಳೆದುಕೊಂಡು ಆ ಕಷ್ಟ ನಷ್ಟಕ್ಕೆ ಒಳಗಾದ ಕಾರಣ ನಾವು ಸಹ ಕಷ್ಟ ನಷ್ಟಗಳನ್ನು ಅನುಭವಿಸಬೇಕಾಗಿ ಬಂದಿದೆ. പക്ഷെ ദൈവത്തിന്റെ വലിയ പരിഗണനയും പരിപാലനയും നമ്മുടെ കൂടെയുണ്ട്. ಆದರೆ ದೇವರ ಅಪಾರವಾದ ನಮ್ಮನ್ನು ಮುನ್ನಡೆಸುವ ಕೃಪೆ ನಮ್ಮನ್ನು ಸದಾಕಾಲ ಬೆನ್ನೆತ್ತಿ ಬರುತ್ತದೆ. കാരണം 20-ാം വാക്യത്തിലും ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു. കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ಆದಾಮನು ತನ್ನ ಹೆಂಡತಿಗೆ ಅವ್ವ ಎಂದು ಹೆಸರಿಟ್ಟನು, ಏಕೆಂದರೆ ಮಾನವ ಕುಲಕ್ಕೆ ಮೂಲ ಮಾತೆ ಆಕೆ. ഹവ്വ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം ജീവൻ. ಹವ್ವ ಎಂಬ ಪದದ ಅರ್ಥ ಜೀವ ಎಂಬುದಾಗಿದೆ. വലിയ പരാജയം സംഭവിച്ചെങ്കിലും ജീവനുള്ളവരുടെ എല്ലാം മാതാവായിട്ട് ಅವಳೆ ನೇಮಿಕೆയാണ്. ಆಕೆ ದೊಡ್ಡ ಸೋಲನ್ನು ಅನುಭವಿಸಿದರೂ ಸಹ ಆ ಹೆಸರಿನ ಮೂಲಕ ಎಲ್ಲ ಮನುಕುಲಕ್ಕೆ ಜೀವವನ್ನು ಕೊಟ್ಟ ಮೂಲ ತಾಯಿಯಾಗಿದ್ದಾರೆ. ഇനി അടുത്തത് 21-ാമത്തെ വാക്യം, 21ನೇ ವಚನವನ್ನು ನೋಡುವ. നമുക്കറിയാം, പുരുഷനും സ്ത്രീയും ആദ്യം നഗ്നരായിരുന്നു. അവർക്ക് നൈർമല്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പഴം ഭക്ഷിച്ചത് വഴി ഈ നൈർമല്യം നഷ്ടപ്പെട്ടു പോവുകയാണ്, ബന്ധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവർ നഗ്നരായിട്ട് ഇങ്ങനെ മറഞ്ഞ് നടക്കുകയാണ്. ಆದಿಯಲ್ಲಿ ಆದಾಮ ಮತ್ತು ಹವ್ವ ನಗ್ನರಾಗಿದ್ದರೂ ಸಹ ಅವರು ನಾಚಿಕೊಳ್ಳಲಿಲ್ಲ. ಆದರೆ ಹಣ್ಣನ್ನು ತಿಂದ ಕಾರಣ ಕಣ್ಣುಗಳು ತೆರೆದು ಬೆತ್ತಲೆಯಾಗಿದ್ದು ಅವರು ತಮ್ಮನ್ನೇ ತಾವು ಮರೆ ಮಾಡಿಕೊಂಡರು. അവർ അത്തിയിലയൊക്കെ അവിടെ കിടന്ന ഇലയൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാക്കി അവരിട്ടുകൊണ്ട് നടന്നു. ಆ ಅತ್ತಿ ಮರದ ಎಲೆಗಳನ್ನು ತೆಗೆದು ಒಂದು ವಸ್ತ್ರವಾಗಿ ಹೊಲಿದು ತಮ್ಮ ಶರೀರವನ್ನು ಮುಚ್ಚಿಕೊಂಡರು. പക്ഷെ ആ വസ്ത്രം ദൈവം എടുത്ത് മാറ്റിയിട്ട് ദൈവം തന്നെ ഒരു വസ്ത്രം അവർക്ക് കൊടുക്കുകയാണ്. ಆದರೆ ದೇವರು ಆ ಎಲೆಯ ವಸ್ತ್ರವನ್ನು ತೆಗೆದು ಬಿಸಾಡಿ ತನ್ನದೇ ಆದ ಒಂದು ಶ್ರೇಷ್ಠ ವಸ್ತ್ರದಿಂದ ಅವರನ್ನು ಹೊದಿಕೆ ಮಾಡುತ್ತಾರೆ. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. ಸರ್ವೇಶ್ವರನಾದ ದೇವರು ಆದಾಮನಿಗೂ ಆತನ ಹೆಂಡತಿಗೂ ಚರ್ಮದ ಅಂಗಿಗಳನ್ನ ಮಾಡಿ ತೊಡಿಸಿದರು. ദൈവം വീണ്ടും അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവർ നഗ്നരാണ്, അവർ പരാജയപ്പെട്ടു.
പക്ഷെ ദൈവത്തിന് സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനൊരു ഡ്രസ്സ് ദൈവം തന്നെ കൊടുക്കുന്നത്. ಅವರು ಪಾಪ ಮಾಡಿ ಬಿದ್ದು ಹೋಗಿದ್ದಾರೆ, ನಗ್ನರಾಗಿದ್ದಾರೆ. ಆದರೆ ದೇವರು ಅವರನ್ನು ತಳ್ಳಿ ಹಾಕದೆ ದೇವರೇ ಶ್ರೇಷ್ಠವಾದ ವಸ್ತ್ರವನ್ನ ಮಾಡಿ ಅವರನ್ನ ತಬ್ಬಿಕೊಳ್ಳುವುದನ್ನು ನೋಡುತ್ತೇವೆ. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ശരീരത്തോടുള്ള ആ ഒരു പരിഗണന എത്ര വലുതാണെന്ന് നോക്കി. ಹಾಗಾದರೆ ದೇವರಿಗೆ ನಮ್ಮ ಶರೀರದ ಮೇಲೆ ಇರುವ ಒಂದು ಕಾಳಜಿ ಎಷ್ಟರ ಮಟ್ಟಿಗಿದೆ. അവർ നഗ്നരാണെന്ന് കണ്ടത് അവരുടെ ജീവിതത്തിൻ്റെ നൈർമല്യം നഷ്ടപ്പെട്ടതാണ്. ಅವರು ನಗ್ನತೆಯನ್ನು ಕಂಡುಕೊಂಡದ್ದು ಅವರ ಜೀವಿತದ ಪರಿಶುದ್ಧತೆ ಮುಗ್ಧತೆಯನ್ನು ಕಳೆದುಕೊಂಡದ್ದು. നഷ്ടപ്പെട്ട ആ നൈർമല്യം ദൈവം വീണ്ടും അവർക്ക് തിരികെ കൊടുത്തുകൊണ്ട് അത് മറച്ചു പിടിക്കുന്നത് കാണിക്കുകയാണ്. ಪಾಪದ ನಿಮಿತ್ತ ಮನುಷ್ಯ ಕಳೆದುಕೊಂಡ ಆ ಪರಿಶುದ್ಧತೆಯನ್ನು ದೇವರೇ ಮತ್ತೆ ಅವರಿಗೆ ಒದಗಿಸಿ ಸ್ವಸ್ಥಾನದಲ್ಲಿ ನಿಲ್ಲಿಸುತ್ತಾರೆ. എന്തെല്ലാം സംഭവങ്ങളാണ് ഈ തിരുവചനത്തിൽ കാണുന്നത്. എത്ര സന്തോഷത്തോടെ ദൈവത്തോടൊത്ത് നടന്നൊരു മനുഷ്യൻ്റെ പരാജയവും, പക്ഷെ ആ പരാജയപ്പെട്ട മനുഷ്യനെ ദൈവം വീണ്ടും വീണ്ടും രക്ഷപ്പെടുത്തുന്ന വചനഭാഗങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ಈ ಅಧ್ಯಾಯದಲ್ಲಿ ದೇವರ ಪ್ರೀತಿ ಎಷ್ಟರ ಮಟ್ಟಿಗೆ ಎಂಬುದನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. ಪಾಪ ಮಾಡಿ ಸೋತು ಹೋದ ಮನುಷ್ಯನನ್ನು ಮತ್ತೆ ಅವನನ್ನು ರಕ್ಷಿಸಲು ದೇವರು ಮಾಡಿದಂಥ ಎಲ್ಲಾ ಕಾರ್ಯಗಳು ಅತಿ ಶ್ರೇಷ್ಠವಾದದ್ದಾಗಿದೆ. ഈ തിരുവചന പഠനം ഈ 3-ാം അധ്യായം നമ്മൾ അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ദൈവപിതാവിൻ്റെ അളവറ്റ സ്നേഹമാണ്. ಈ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡುವಂಥದ್ದು ತಂದೆ ದೇವರ ಅಪಾರವಾದ ಪ್ರೀತಿ ಮನುಕುಲದ ಮೇಲೆ. ദൈവം മനുഷ്യനെ ഈ പറുദീസായിൽ നിന്ന്, ഈ സൗഭാഗ്യത്തിൽ നിന്ന് പുറത്താക്കി അത് അടച്ചു പൂട്ടുകയാണ്. ದೇವರು ಏದೇನ್ ತೋಟದಿಂದ ಆ ಸ್ತ್ರೀ ಪುರುಷರನ್ನು ಹೊರಗಡೆ ಹಾಕಿ ಅದನ್ನ ಮುಚ್ಚಿ ಬೀಗ ಹಾಕುತ್ತಾರೆ. ഈ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ ഇപ്രകാരം പറയുന്നുണ്ട്, പുരുഷനെയും സ്ത്രീയും പുറത്താക്കി അത് ദൈവം പറുദീസ അടച്ചെങ്കിലും ദൈവം ആ പറുദീസായിക്കകത്തിരുന്നില്ല. ദൈവം പുറത്തിറങ്ങി മനുഷ്യൻ്റെ കൂടെ ഇങ്ങ് പോന്നു. ಧರ್ಮ ಪಂಡಿತರು ತಮ್ಮ ಅಧ್ಯಯನದ ಮೂಲಕ ಹೇಳುತ್ತಾರೆ, ದೇವರು ಆದಾಮ ಮತ್ತು ಹವ್ವರನ್ನ ಏದೇನ್ ತೋಟದಿಂದ ಹೊರಗಡೆ ಹಾಕಿ ಆ ತೋಟವನ್ನು ಮುಚ್ಚಿದರೂ ಸಹ ದೇವರು ಆ ತೋಟದೊಳಗೆ ವಾಸಿಸದೆ ಮನುಷ್ಯರ ಇರುವ ಸ್ಥಳವನ್ನೇ ಹುಡುಕಿಕೊಂಡು ಮನುಷ್ಯನೊಟ್ಟಿಗೆ ಹೊರ ಬಂದಿದ್ದಾರೆ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ಮತ್ತಾಯ 28:20 ನಾವು ನೋಡುತ್ತೇವೆ, ಇಗೋ ಲೋಕಾಂತ್ಯದವರೆಗೂ ನಾನು ನಿಮ್ಮೊಡನೆ ಇರುತ್ತೇನೆ. തിരുവചനം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ದೇವರ ವಾಕ್ಯ ನಮ್ಮನ್ನು ಪದೇ ಪದೇ ಬಲಪಡಿಸುತ್ತದೆ. ಭಯಪಡಬೇಡ, ಇಗೋ ನಾನೇ ನಿನ್ನೊಂದಿಗಿದ್ದೇನೆ. ഈ ബൈബിൾ പഠനം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ഇത് വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ പരാജയങ്ങളെല്ലാം മനസ്സിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഈ പരാജയത്തിലും എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ സംരക്ഷിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ಈ ಅಧ್ಯಯನದ ಧ್ಯಾನದ ಮೂಲಕ ನಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿ ಖಚಿತವಾಗಿ ತೀರ್ಮಾನ ತೆಗೆದುಕೊಳ್ಳೋಣ. ನಾನು ಎಷ್ಟು ಪಾಪ ಮಾಡಿ ಬಲಹೀನತೆಯಿಂದ ದೇವರಿಂದ ದೂರವಾಗಿದ್ದರೂ ಸಹ ದೇವರು ನನ್ನ ರಕ್ಷಣೆಗಾಗಿ, ದೇವರು ಸದಾಕಾಲ ನನ್ನೊಂದಿಗಿದ್ದು ಕಾರ್ಯ ಮಾಡುವವರಾಗಿದ್ದಾರೆ ಎಂದು ಆತನ ಪ್ರೀತಿಯನ್ನು ಸ್ಮರಿಸೋಣ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ കഷ്ടപ്പാടിൻ്റെ മധ്യേ ആദത്തോടും ഹവ്വായോടും കൂടെ ഉണ്ടായിരുന്ന ദൈവം, ആപ്പൻ എൻ്റെ കൂടെ ഉണ്ട്. ನಾವು ಅನೇಕ ಕಷ್ಟ ಸಂಕಟಗಳ ನಡುವೆ ಹಾದು ಹೋದರೂ ಸಹ ಆದಾಮ ಮತ್ತು ಹವ್ವಳ ಜೊತೆ ಇದ್ದಂಥ ದೇವರು ನನ್ನೊಟ್ಟಿಗೂ ಇದ್ದಾರೆ ಎಂದು ವಿಶ್ವಾಸಿಸೋಣ. ദൈവത്തെ നമുക്ക് അധികം സ്നേഹിക്കാം. ದೇವರನ್ನು ಇನ್ನೂ ಹೆಚ್ಚು ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿಸೋಣ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ಒಂದು ಕ್ಷಣಕಾಲ ನಮ್ಮ ಕಣ್ಗಳನ್ನು ಮುಚ್ಚಿ ಪ್ರಾರ್ಥಿಸೋಣ. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ಕರ್ತರಾದ ಯೇಸುವೇ, ನಿಮ್ಮ ವಚನದ ಮೂಲಕ ನಮ್ಮನ್ನು ಪರಿಶುದ್ಧ ಮಾಡುತ್ತಿರುವುದಕ್ಕಾಗಿ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸುತ್ತೇವೆ. അങ്ങയുടെ വചനം ഞങ്ങളെ ധ്യാനിക്കുന്ന നിമിഷം മുഴുവൻ അങ്ങാണ് ഞങ്ങളോട് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ಈ ವಾಕ್ಯವನ್ನು ನಾವು ಧ್ಯಾನಿಸುತ್ತಿರುವ ಸಮಯದಲ್ಲಿ ನೀವೇ ನಮ್ಮೊಟ್ಟಿಗೆ ಮಾತನಾಡುತ್ತಿದ್ದೀರಿ ಎಂಬುದು ನಮಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತಾಗಲಿ. കർത്താവേ, മാരക പാപത്തിന്റെ ചില കുറ്റബോധങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ಕರ್ತರಾದ ಯೇಸುವೇ, ಮಾರಕವಾದ ಪಾಪದ ಪ್ರಜ್ಞೆ ನಮ್ಮಲ್ಲಿ ಅನೇಕರಿಗೆ ಉಂಟು. ഒരുപാട് തിന്മകൾ എന്നിലും എൻ്റെ കുടുംബത്തിലും നടമാടുന്നുണ്ട്. ನಮ್ಮ ಕುಟುಂಬದಲ್ಲಿ ಅನೇಕ ವಿಧವಾದ ಪಾಪದ ಕೃತ್ಯಗಳು ನಡೆಯುತ್ತಿರುವುದನ್ನು ಉಂಟು. കർത്താവേ, ഇത്രയും പരാജയത്തിന് മധ്യേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് തരണമേ. ಕರ್ತರಾದ ಯೇಸುವೆ, ಇಷ್ಟೊಂದು ಪಾಪದಲ್ಲಿ ನಾನು ಜೀವಿಸುತ್ತಿದ್ದರೂ ನೀವು ನನ್ನೊಟ್ಟಿಗೆ ಇದ್ದೀರಿ ಎಂಬ ದೃಢ ನಂಬಿಕೆ ನನಗೆ ನೀಡಿರಿ. ഉൽപ്പത്തി പുസ്തകത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. ಆದಿಕಾಂಡದಲ್ಲಿ ವಾಗ್ದಾನ ಮಾಡಿದಂತ ಮಾತೆ ಮರಿಯಮ್ಮನವರೇ, ನಮ್ಮ ಸಹಾಯಕ್ಕೆ ಧಾವಿಸಿ ಬನ್ನಿ. നമുക്ക് തലകുനിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ತಲೆಯನ್ನ ಬಗ್ಗಿ ನಾವು ದೇವರ ಆಶೀರ್ವಾದವನ್ನು ಹೊಂದಿಕೊಳ್ಳೋಣ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ വചന പരമ്പരയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ്. ಪ್ರಭು ಕ್ರಿಸ್ತರಲ್ಲಿ ಆತ್ಮೀಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ಈ ವಚನ ಶುಶ್ರೂಷೆ ಬೈಬಲ್ ಸ್ಟಡಿಯಲ್ಲಿ ನೀವೆಲ್ಲರೂ ನಮ್ಮೊಟ್ಟಿಗೆ ಭಾಗಿಯಾಗುತ್ತಿರುವುದಕ್ಕಾಗಿ ದೇವರಿಗೆ ನಾವು ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸುತ್ತೇವೆ. ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ಈ ವಚನ ಶುಶ್ರೂಷೆಯಲ್ಲಿ ಭಾಗವಹಿಸುತ್ತಿರುವ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ದೇವರು ಮಾಡುತ್ತಿರುವ ಮಹತ್ ಕಾರ್ಯಗಳನ್ನು ನೀವು ಒಬ್ಬೊಬ್ಬರು ಕಾಣುವವರಾಗಿದ್ದೀರಿ. ഇതിങ്ങനെ വെറുമൊരു ശുശ്രൂഷ മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയും കൂടെ ഞങ്ങൾ നടത്തുന്നുണ്ട്. ನಾವು ದೇವರ ವಾಕ್ಯವನ್ನು ಬೋಧನೆ ಮಾಡುವುದು ಮಾತ್ರವಲ್ಲ, ಈ ಒಂದು ಶುಶ್ರೂಷೆಗಾಗಿ ಶಕ್ತಿಯುತವಾಗಿ ಮಧ್ಯಸ್ಥಿಕೆಯ പ്രാർത്ഥന സഹ ಇದೆ. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ ഇടുക. ഞങ്ങൾ ഓരോ നിയോഗങ്ങളും എടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ಈ ವಿಡಿಯೋಯಿನ ಕಮೆಂಟ್ ಬಾಕ್ಸಲ್ಲಿ ನಿಮ್ಮ ಪ್ರಾರ್ಥನಾ ಕೋರಿಕೆ ಉದ್ದೇಶಗಳನ್ನು ಕಳುಹಿಸಿಕೊಡಿ, ನಾವು ಅದಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೇವೆ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നൊന്നോർത്ത് നിങ്ങൾ ഇനി ഒരിക്കലും വിഷമിക്കരുത്. ನಮಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವವರು ಯಾರೂ ಇಲ್ಲ, ನನಗೆ ಸಹಾಯಕರು ಯಾರೂ ಇಲ್ಲ ಎಂದು ಯಾರು ದುಃಖಿಸಬೇಡಿ. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ದೇವರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ഈ RRC ധ്യാന കേന്ദ്രത്തിലെ ഈ RRC ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇനി തൊട്ടുണ്ട്. ಈ RRC ಧ್ಯಾನ ಕೇಂದ್ರ ಮತ್ತು ಧ್ಯಾನ ಕೇಂದ್ರದ ತಂಡ ಗುರುಗಳು ನಿಮಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲು ಸದಾ ಸಿದ್ಧರಾಗಿದ್ದಾರೆ. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ജീവിത പ്രശ്നമായിട്ട് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഓടി വരാം. ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಏನೇ ಸಮಸ್ಯೆಗಳು ಉಂಟಾದರೂ ಸಹ ನೀವು ಸಂತೋಷದಿಂದ ನಮ್ಮ ಧ್ಯಾನ ಕೇಂದ್ರಕ್ಕೆ ಓಡಿ ಬನ್ನಿ. ഞങ്ങൾ പൗരോഹിത്യ അധികാരത്തിൽ ശുശ്രൂഷകരുടെ കൂട്ടായ്മയോട് ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ದೇವಸೇವಕರ ತಂಡದೊಟ್ಟಿಗೆ ಸೇರಿ ಯಾಜಕ ದೀಕ್ಷೆಯ ಅಭಿಷೇಕದಲ್ಲಿ ನಿಮಗಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೇವೆ. സന്തോഷമായിട്ടിരിക്കുക. ദൈവം നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ನೀವು ಸಂತೋಷವಾಗಿರಿ. ದೇವರು ನಿಮ್ಮನ್ನು ನಿಮ್ಮ ಕುಟುಂಬಗಳನ್ನು ಆಶೀರ್ವದಿಸಲಿ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ಇದು ನಿಮಗೆ ಶುಭ ದಿನವಾಗಿ ಮಾರ್ಪಡಲಿ. ದೇವರು ನಿಮ್ಮನ್ನು ಅಭಿಷೇಕಿಸಲಿ. വീണ്ടും നമ്മൾ ഈശോയുടെ വചനവുമായി കണ്ടുമുട്ടുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ പറയുകയാണ്. ಮತ್ತೆ ನಾವು ಈ ವಚನ ಶುಶ್ರೂಷೆಯಲ್ಲಿ ಭೇಟಿಯಾಗುವವರೆಗೆ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಬಾಯ್ ಬಾಯ್ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ. God bless you. God bless you.